വളരെ പ്രാർത്ഥനയോടിരിക്കണം. നമ്മുടെ നാട്ടിൽ വാക്കും ഭാഷണവും കൂടാതെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഓപ്പൺ ചർച്ചകളായി തന്നെ നടക്കുന്നുണ്ടെങ്കിലും കൂടുതലും ആളുകളുടെ ഇടയിൽ വാക്കുകളും ഭാഷണവും ഇല്ലാതെ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച എന്തുകൊണ്ടാണ് ആളുകളെല്ലാം യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? ഇപ്പം ഭയങ്കര ചർച്ചയാണ്. എല്ലാ ആളുകളും യേശുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചത് തിരുവനന്തപുരത്ത് ചന്തവിള എന്ന് പറയുന്ന സ്ഥലത്തും ഇന്നലെ പ്രസംഗിച്ചത് മലപ്പുറം ജില്ലയിലെ കൊടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ്. അവിടെയൊക്കെ പ്രസംഗിച്ചത് അനീഷ് ചെങ്ങന്നൂരും അഭിമന്യു അർജുനനും ശ്രീലേഖ മാവേലിക്കരയും ഒക്കെയാണ് അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചത്. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഇത്തരം സുവിശേഷ യോഗങ്ങളിൽ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ഗോപാലൻകുട്ടി, നാരായണൻകുട്ടി, ഇങ്ങനെ കുറെ ആളുകൾ ഒരു വശത്ത്, മറുവശത്ത് പാസ്റ്റർ ഷമീർ കൊല്ലം, സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, അബ്ദുൽ വഹാബ് കണ്ണൂർ, ഇസ്മായേൽ വയനാട്, സൗദ ബീവി, റംല തോമസ്, ജമീല ബീവി, അങ്ങനെ കുറെ ആളുകൾ ഒരു വശത്ത്. മറുവശത്ത് ഫാദർ മാർഷലിൻ ജെ മൊറൈസിനെ പോലെ, ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളിയെ പോലെ, ഫാദർ ക്രിസ്പിൻ അച്ഛനെ പോലെ, അങ്ങനെ ഒത്തിരി ഒത്തിരി പുരോഹിതന്മാർ 50, 60, 70 വയസ്സിലൊക്കെ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ട പെന്തക്കോസുകാരുടെ കൂടെ കൂടി. അങ്ങനെ നാനാ ഭാഗത്തും ആളുകൾ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളുടെ ഇടയിൽ ഒരു ചർച്ച, എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പോകുന്നത് എന്നൊരു ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ ഉത്തരം കൊടുക്കാറുണ്ട്. അതിങ്ങനെയാണ്. ചില ആളുകൾ പറയും, ഇവരൊക്കെ ഇങ്ങനെ പോകുന്നത് എന്തിനാണെന്നറിയാമോ? അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണെന്ന് പറയും. അമേരിക്കക്കാരുടെയൊക്കെ ഇരിപ്പ് കണ്ടു, ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. പോരാ, ഈ കിടക്കാൻ ഒരു പായില്ലെങ്കിലും കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമല്ലേ അമേരിക്കക്കാരെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ചുമ്മാ ഒരു സ്തോത്രമൊക്കെ പറയാം. അപ്പൊ എന്തെങ്കിലും പണം കിട്ടിയത് കൊണ്ടാണ് ഈ കുടുംബക്കാരെയും ബന്ധുക്കളെയും നല്ല കുടുംബ പള്ളിയൊക്കെ വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, യഥാർത്ഥത്തിൽ എന്ന് ഒരാൾ വാസ്തവമായി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നു, ചിലപ്പോൾ ഉള്ള കിടക്കാടവും കൂടെ പോകും എന്നുള്ളതാണ് ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾക്ക് പറയാനുള്ള അനുഭവ സാക്ഷി. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്കൊക്കെ മൈക്ക് കൊടുത്താൽ, അല്പസമയം കൊടുത്താൽ അവർ പറയും സാക്ഷ്യം. ഇവിടെ ഇരിക്കുന്ന 99% സഹോദരിമാരും പറയുന്ന സാക്ഷ്യം ഒന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവരിങ്ങനെ പറയും, ചത്താലും എന്നെ പെന്തിക്കോസിലാക്കാമെന്ന് നീ വിചാരിക്കണ്ടടി മോളെ എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് കൈയടിക്കുന്നതിൽ 90% ആളുകൾ. ഇഷ്ടപ്പെട്ടു വന്നതൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ഇവിടെ നമ്മളെയൊക്കെ ആർക്കാ ഇഷ്ടം? അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ പണം കിട്ടാൻ പോകുന്നു എന്ന വാദമൊക്കെ വെറുതെ ഒരു ബാലിശമായി പറയാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റു ചില ആളുകൾ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അത് മതം മാറ്റം എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്കൊരു ചേച്ചി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പൊങ്ങി വരാറുണ്ട്. ആ ചേച്ചി ഇപ്പോൾ കാണുന്നില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ചേച്ചി ഇങ്ങനെ വരും, എന്തെങ്കിലുമൊക്കെ ഒരു 10 വിടർത്തി ഒന്ന് പറഞ്ഞേച്ചങ്ങ് പോകും. അപ്പം അങ്ങനെ ഒരു ചേച്ചി അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു, ഈ പെന്തിക്കോസുകാര് 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത്, അരിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുകയാണെന്ന് ഒരു ചേച്ചി പറഞ്ഞു. ഞാൻ അന്ന് മറുപടി പറഞ്ഞിട്ടുള്ളതാണെന്നാലും ആ ചേച്ചിയുടെ ആളുകൾ വല്ലതും പുതുപ്പള്ളി കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മറുപടി ഒന്നുകൂടെ പറയാം. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് പെന്തിക്കോസുകാര് ആളുകളെ അവരുടെ മതത്തിൽ കൊണ്ടുപോകുന്നു എന്ന് ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോയിക്കോണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം കഞ്ഞിക്ക് വന്നവൻ കോഴിക്കാല് കണ്ടാൽ വരാതിരിക്കുമോ? കഞ്ഞി കണ്ട് വന്നവൻ കോഴിക്കാല് കണ്ടാൽ തിരിച്ചു പോകാതിരിക്കുമോ എന്നാ ചോദിച്ചു. എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ അങ്ങനെ എത്ര ഇവിടുന്ന് പോയി.
ഇനിയും ചിലത് പോകാനുണ്ട്, പോകട്ടെ. അങ്ങനെ കോഴിക്കാല് കാണിച്ച് ആരെങ്കിലും ഈ പന്തലിൽ നിന്ന് 4 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിലും എന്ത് ചെയ്തോണം? കൊണ്ടുപോയിക്കോണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആരും ഇവിടെ കൊടി പിടിക്കുകയോ ട്രാൻസ്പോർട്ടിന് കല്ലെറിയോ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ മറുവശത്തൊരു കൂട്ടം ആളുകൾ ഇതിൻ്റെ അകത്ത് കാണും. അവർ നിത്യത പ്രതീക്ഷിച്ചിറങ്ങിയത് കൊണ്ട് കോഴിക്കാല് കണ്ടാൽ പോകുന്നില്ലെന്ന് മാത്രമല്ല, കഴുത്തെ കത്തിവെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ, കഴുത്തറുത്തു കളയുമെന്ന് പറഞ്ഞാൽ, ആ അറുത്തു വീണ് കിടക്കുന്ന കഴുത്ത് അവിടെ കിടന്നുകൊണ്ട് 2 മിനിറ്റ് വിളിച്ചു പറയും, മറ്റൊരുത്തലിലും രക്ഷയില്ല, മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് 2 മിനിറ്റ് അവിടെ പ്രസംഗിച്ചിട്ടേ ആ കഴുത്ത് നിലയ്ക്കത്തുള്ളൂ. അതാണ് രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണം. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെയൊക്കെ അവസാനിപ്പിക്കുവാൻ നമ്മുടെ നാട്ടിലെ പല അണ്ണന്മാരും ആവുന്ന പണി 58 ചെയ്തിട്ടും ഈ സുവിശേഷത്തിന്റെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലരൊക്കെ ഇത് ഇട്ടേച്ചു പോകും, അത് വിഷയമല്ല, കാരണം അവര് നിത്യത പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അനുഭവം അങ്ങനെയല്ല. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ഛത്തീസ്ഗഡിലും ഒറീസയിലുമൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ കടന്നുപോയപ്പോൾ കാണുന്ന അറിയുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിറവയറോടെ നിൽക്കുന്ന അമ്മമാരുടെ പള്ളയ്ക്ക് കത്തിവെച്ചിട്ട് നിങ്ങൾക്ക് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വേണമെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജയ് ശ്രീരാമൊക്കെ വിളിച്ചുകൊണ്ട് ഓടണമെന്ന് ചില സംഘി കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോൾ നിറവയറോടെ നിൽക്കുന്ന അമ്മമാര് വയറ്റിൻ്റെ അകത്ത് കത്തി കയറിയാലും കുഞ്ഞിനെ കൊന്നുകളഞ്ഞാലും യേശുവിനെ വിട്ടിട്ടൊരു കുഞ്ഞും വേണ്ട, ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് എത്ര അമ്മമാരെ ജീവനോടെ കുഴിക്കകത്ത് മൂടിയിട്ടും അഭിഷിക്തന്മാരെ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ചിട്ടും അവർ ഈ പുസ്തകം വിട്ടേച്ച് പോകാതെ ഇന്നും കർത്താവിന്റെ വേലയിലും വിശ്വാസത്തിലും നിലനിൽക്കുന്നത് നിത്യത പ്രതീക്ഷിച്ചാണ്. ആമേൻ. അത് രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. അവരിവിടെ കാണും. ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും നിത്യത പ്രതീക്ഷിച്ചിറങ്ങി തിരിച്ചവരിവിടെ തന്നെ കാണും. ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ചർച്ചയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുന്നത്? അതിന്റെ മറുപടി ഇന്ന് രാത്രിയിലെ പ്രസംഗത്തിൽ ഉണ്ടാകും. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ശ്രദ്ധിക്കാം. എന്താണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം? 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. വായിച്ചാട്ടെ. 14-ന്റെ 1 മുതൽ. ഇക്കോന്യയിൽ അവർ ഒരുമിച്ചു. ആരാണ് അവർ? യേശുക്രിസ്തുവിന്റെ നാമവുമായി സുവിശേഷത്തിന്റെ വിളംബരവുമായി ഇറങ്ങിത്തിരിച്ച യേശു കർത്താവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരും പൗലോസും ബർന്നബാസും ഉൾപ്പെടുന്ന സംഘം. അവർ ഇക്കോന്യയിൽ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. നിൽക്കട്ടെ, കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോകാം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരും പൗലോസും ബർന്നബാസും ഉൾപ്പെടുന്ന സംഘം അക്കാലത്ത് നല്ല ഏത് കാലത്തും ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാ, ഞങ്ങളാണ് സ്വന്തം ക്രിസ്ത്യാനി എന്നൊക്കെ വേണമെങ്കിൽ കോളർ പിടിച്ച് അവകാശപ്പെടാൻ അധികാരമുള്ളൊരു ജനമുണ്ട്. ഞങ്ങളാണ് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന അഭിമാനത്തോടെ വേണമെങ്കിൽ അധികാരത്തോടെ പറയാൻ കഴിയുന്ന ഒരു കൂട്ടം ജനം, അവരാണ് യഹൂദന്മാർ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജനം, യഹോവയായ ദൈവം പറഞ്ഞു, അതെ എന്റെ ജനമായ ഇസ്രായേൽ എന്ന് ആവർത്തിച്ചു സംബോധന ചെയ്തിട്ടുള്ള യഹൂദൻ. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് അങ്ങനെയാ, ഞങ്ങള് ജനിച്ചത് ക്രിസ്ത്യാനി, പണ്ടേ ക്രിസ്ത്യാനി. ചുമ്മാ മോഹം കൊണ്ട് പറയുന്നത്, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. കാരണം ഈ ലോകത്തിൽ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ കാണുന്നത് 3 ഐറ്റം ആളുകളെ ഉള്ളെന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ 3 ഐറ്റം ആളുകളും ഈ വേദഭാഗത്തിൽ കിടപ്പുണ്ട്. ആരെന്നറിയാമോ? 1 യഹൂദൻ, 2 ജാതി, യഹൂദനല്ലാത്ത സകലരെയും. അതിന് മുളമൂട്ടിലായാലും കല്ലും മൂട്ടി കുരുത്താലും ഏത് മതിലിന്റെ മകളിൽ കുരുത്തു വന്നാലും വേദപുസ്തകം വിളിക്കുന്നത് ഒന്നേ ഉള്ളൂ, യഹൂദനല്ലാത്ത സകലത്തെയും സ്വർഗം വിളിച്ചിരിക്കുന്ന പേര് ജാതി എന്നാണ്. ഇനി 3ാമത്തെ ഒരു കൂട്ടമുണ്ട്, യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷ പ്രാപിച്ച 3ാമത്തെ കൂട്ടം. ആ കൂട്ടത്തെ വിശുദ്ധ തിരുവെഴുത്ത് വിളിക്കുന്ന പേരാണ്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. അങ്ങനെങ്കിൽ
സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കുനിഞ്ഞ് പുതുപ്പള്ളി നോക്കിയാലും 3 കൂട്ടം ആളുകളെ ഉള്ളൂ. ഈ പന്തലിലും അത്രയേ ഉള്ളൂ. ഒന്ന് യഹൂദന്മാർ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എൻ്റെ പപ്പ യഹൂദനാണെന്നുള്ളവരൊന്ന് കൈവക്കി പിടിച്ചാട്ടെ കാണട്ടെ. ഇല്ല. എൻ്റെ വല്യപ്പച്ചൻ യഹൂദനാണെന്നുള്ളവർ ഇല്ല. എൻ്റെ മുത്തച്ഛൻ ഇല്ല. മുതുമുത്തച്ഛൻ ഇല്ല. അങ്ങനെ ആരുമില്ല. അപ്പൊ യഹൂദനായവരാരുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ അകത്ത് 2 കൂട്ടം ആളുകളെ ഉള്ളൂ. ഒന്നുകിൽ ജാതികൾ, അല്ലെങ്കിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവകൽപ്പന അനുസരിച്ച ദൈവമക്കൾ. ഇതിലാരെ കൊണ്ടുപോകാനാണ് യേശു വരുന്നേ? ദൈവമക്കളെ കൊണ്ടുപോകാനാ വരുന്നേ. അപ്പം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ആമെ പാരമ്പര്യം പറയുന്ന, പണ്ടേ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന യഹൂദന്റെ പള്ളിക്കകത്ത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചെന്ന് വായിച്ച കേട്ടില്ലേ? അവരുടെ പള്ളിക്കകത്ത് കയറി നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഒരുത്തനെ ക്രൂശിച്ചില്ലേ? ക്രൂശിക്കെന്ന് അലറി വിളിച്ചുകൊണ്ട് നിങ്ങളൊരുത്തനെ ക്രൂശിച്ചില്ലേ? അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെയാണ് മശിഹ എന്ന് യഹൂദന്റെ പള്ളിക്കകത്ത് പ്രാഗൽഭ്യത്തോടെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ ഒരു കൂട്ടം യഹൂദന്മാർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന്. അതാണ് വായിച്ച വേദഭാഗം. ഇനി അടുത്ത രംഗം വായിച്ചോ. എന്ത് സംഭവിച്ചു? വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതിപ്പം എല്ലാ ജില്ലയിലും ഉണ്ട്. കുറച്ചാളുകൾ ഈ പ്രസംഗം കേട്ട് അവർ കർത്താവിൽ വിശ്വസിക്കും. ഈ വിശ്വസിക്കാത്ത യഹൂദന്മാര്, പാരമ്പര്യം പറയുന്ന അണ്ണന്മാര്, അവരെന്ത് ചെയ്തു? ജാതികളായ മനുഷ്യരെ കൂട്ടുപിടിച്ച് പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർക്കെതിരെ തിരിച്ചെന്ന്. ഈ പരിപാടി ഇപ്പോഴും ഉണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഓർത്തു പോവുക. കോട്ടയത്ത് ഈ കഞ്ഞിക്കുഴിക്കടുത്തല്ലേ ദേവലോകം എന്ന് പറയുന്നൊരു സ്ഥലം. അവിടെ താഴെ അരമന എന്ന് പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ടെന്നാ. അവിടെ ഒരു കൺവെൻഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഓർത്തു പോവുക. ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, ഈ പുറത്തുള്ള ആളുകൾ കേൾക്കുന്ന രീതിയിൽ മൈക്ക് സംവിധാനം ഉണ്ടോ എന്ന് അവിടുത്തെ സംഘാടകരോട് ഞാൻ ചോദിച്ചു. അപ്പൊ സംഘാടകർ പറഞ്ഞു, ഞങ്ങൾ 4 കോളാമ്പി 4 വശത്തും ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ യോഗം കഴിഞ്ഞപ്പോൾ ഒരെണ്ണം അഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്നാ ഒരെണ്ണം അഴിച്ചേ? അപ്പോൾ ആ സംഘാടകർ പറയുക, അത് ഒരെണ്ണം ആ പള്ളിയുടെ നേരെയായിരുന്നു. അപ്പൊ ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതൻ ഈ സംഘാടകരെ ഫോൺ വിളിച്ചു പറയാണ്, പള്ളിയുടെ നേരെയുള്ള കോളാമ്പി നിങ്ങൾ അഴിക്കുന്നോ അതോ ഞാൻ ഇവിടുത്തെ BJP-ക്കാരെ അങ്ങോട്ട് വിടണോന്ന്? ആരാ ചോദിച്ചേ? പുരോഹിതൻ പറഞ്ഞു, ഞാൻ ആരെ വിടണോന്ന്? BJP-ക്കാരെ അങ്ങോട്ട്. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഇപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കല്ലേ, നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. കെട്ടിപ്പിടുത്തം, പൊന്നാട അടിക്കൽ. അതിനകത്ത് ബെന്തിക്കോസ് എന്ന് പറയുന്നവന്മാരും ഉണ്ട്. അവനൊന്നും ഗുണപ്പെട്ടതല്ല, രക്ഷിക്കപ്പെട്ടതുമല്ല. അതുകൊണ്ട് എന്തിനും നടക്കും, പോട്ടെ. ഞാൻ ഇവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നും പറയല്ലേന്ന് ഒന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ശ്രദ്ധിച്ചേ. അപ്പോൾ അവൻ ഇതേ സംഭവമാണെന്ന് പറയാനാ അത് പറഞ്ഞത്. അവര് ജാതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാരുടെ നേരെ അവരെ വഷളാക്കിക്കൊണ്ട് തിരിഞ്ഞു വന്നു. എന്നാൽ എന്താ സംഭവിച്ചു? അടുത്ത വാക്ക് വായിച്ച്. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ സുവിശേഷകന്മാർ, പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം പറയുന്നത്. ആരെങ്കിലും ഓലപ്പാമ്പ് കാണിച്ചാൽ അവിടെ ഇട്ടേച്ചു പോകുന്നതല്ല സുവിശേഷ വേല. അവർ വളരെ കാലം അവിടെ പാർത്ത് പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. അത് പരിശുദ്ധാത്മാവ് അകത്തുള്ളതിന്റെ ലക്ഷണമാണ്. ഭീരുത്വത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവാണ്. ശരീരത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ ഞാനൊക്കെ പരസ്യത്തിന് പോകുമ്പം ചിലരെ കൂടെ പരസ്യത്തിനൊക്കെ വരും. കവലയിൽ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വന്നവരെ ആരും ചിലരെ കാണത്തില്ല. പ്രസംഗം തീരുമ്പോൾ അടുത്ത് വരും. എവിടെ ആയിരുന്നു ചോദിക്കും, പറയും ട്രാക്ടർ കൊടുക്കാൻ പോയാന്ന്. ചുമ്മാ പേടിച്ച് മാറി നിൽക്കുന്ന. എന്നാൽ പള്ളിക്കകത്ത് വന്ന് പാ കണ്ട ആത്മാവ് മച്ചു പൊളിച്ച് വരിക. അത് ഏത് ആത്മാവെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അകത്തുണ്ടായിരുന്ന അഭിഷിക്തന്മാർ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം സംസാരിച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? അടുത്ത വാക്ക്.
അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് ആ അവരുടെ കൈയാൽ ആ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അപ്പൊ ചില സ്ഥലത്ത് സുവിശേഷം വിളംബരം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അങ്ങനെയാ. ഒരു കൂട്ടം ആളുകൾ സുവിശേഷത്തോട് ചേർന്ന് നിന്നു, ഒരു കൂട്ടം ആളുകൾ യഹൂദന്മാരോട് ചേർന്നു. അങ്ങനെയും ചില സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ഈ അടുത്ത സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പരസ്യയോഗം പ്രസംഗിക്കുന്ന വീഡിയോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുടിയൻ വന്ന് അരയിലിരുന്ന കുപ്പി എടുത്ത് കുടിച്ച് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എടുത്തെറിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ നേരെ വന്ന് ഗോഷ്ഠിയൊക്കെ കാണിച്ചിങ്ങനെ ഒരു കുടിയൻ ചടൻ. നമ്മളൊന്നും മിണ്ടാൻ പോയില്ല. പ്രസംഗം തീർന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രസംഗം തീർന്നപ്പോൾ അവിടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാരും അവിടെ ബസ് സ്റ്റോപ്പിൽ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ചേട്ടന്മാരും പയ്യന്മാരെല്ലാം കൂടെ വന്ന് ഇവനെ നേരെ ചുമന്ന് പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, എന്നാടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അവർ ചീത്ത വല്ലതും പറഞ്ഞു. അവർ നല്ല കാര്യമല്ലോടാ പറഞ്ഞു. നീ എന്നാ അവരെ കളിയാക്കുന്ന പോലെ ഇവിടെ കിടന്ന് കാണിക്കുന്നത്, അടിച്ച് നിന്നെ ശരിയാക്കി കളയെന്നും പറഞ്ഞ് അവിടുത്തെ ആളുകൾ തന്നെ വന്ന് ഇവനെ ചുമന്നുകൊണ്ട് പോയി. അങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടാകും. ഇത് തന്നെ ഇവിടെയും പറഞ്ഞത്, ഒരു കൂട്ടം ആളുകൾ അപ്പോസ്തലന്മാരുടെ പക്ഷത്ത് നിന്നു, ഒരു കൂട്ടം ആളുകൾ യഹൂദന്റെ പക്ഷത്തായിക്കൊണ്ട് എന്ത് സംഭവിച്ചു? വായിച്ചേ. അവരെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടും കൂടി ഒരക്രമം ഭാവിച്ചപ്പോൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മവകത്തുള്ള സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർക്ക് കിട്ടിയ സമ്മാനം അപമാനം, കല്ലെറി, അക്രമം. ഇന്നും അങ്ങനെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മവകത്തുള്ള അഭിഷിക്തന്മാർക്ക് ഇന്നും കിട്ടുന്ന സമ്മാനം അപമാനവും കല്ലെറിയും അക്രമവും ഒക്കെ തന്നെയാണ്. അല്ലാതെ വേദിയിൽ കയറി കുട്ടിക്കരണം പറഞ്ഞ് ഉടായ്പ് കാണിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. യേശുദ കഷണ്ടിയിൽ മുടികിളിർപ്പിക്കുന്നു, പല്ലിൻ്റെ പോടടയ്ക്കുന്നു, ഇങ്ങനെ കുറേ പരിപാടികൾ, കർത്താവിനെ വളരെ വില കുറച്ച് കാണുന്ന കലാപരിപാടികളൊക്കെ കാണിച്ചുകൊണ്ട് സുവിശേഷത്തെ ആളുകളുടെ മുമ്പിൽ വെറുപ്പാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ മര്യാദയ്ക്ക് മാനസാന്തരപ്പെടണം, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് ഭയം കൂടാതെ ദേശത്തോട് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്ന അഭിഷിക്തന്മാർക്ക് കിട്ടുന്നത് അപമാനവും കല്ലെറിയും അക്രമവുമാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് പണി മതിയാക്കി പോകുന്നവരല്ല പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാർ. മനസ്സിലായോ? ഓക്കെ, അവിടെ എന്താ ചെയ്ത? ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവരത് ഗ്രഹിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ലുസ്ത്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി. അവരത് ഗ്രഹിച്ചു, അവരത് മനസ്സിലാക്കിയിട്ട് ഒരക്രമത്തിന് ഇവർ മുതിരാൻ പോകുന്നു, ഒരു കയ്യാങ്കളിക്കിറങ്ങുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുള്ള അപ്പോസ്തലന്മാർ അഭിഷിക്തന്മാര് തീരുമാനിച്ചു, കയ്യാങ്കളി നമുക്കില്ലല്ലോ, നമുക്കില്ല. അത്യാവശ്യം നിർത്താന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നിർത്തത്തൊന്നുമില്ല, പ്രസംഗിക്കുമെന്നൊക്കെ നമ്മളും പറയും. പക്ഷെ കയ്യാങ്കളിക്ക് വന്നാൽ നമുക്കതിന് പ്രമാണമില്ലല്ലോ. കാരണം വേദപുസ്തകം പറയുന്നു, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകും, വാൾ ഉറയിലിടുക എന്ന് കൽപ്പിച്ച പ്രമാണം അകത്തുള്ളത് കൊണ്ട് അക്രമത്തിന്റെ മാർഗം നമുക്കില്ല. അതുകൊണ്ടാണ് ഈ പല ജംഗ്ഷനിലൊക്കെ ഞങ്ങൾ ഈ പരസ്യയോഗം നടത്താൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമക്കളെ, ചില സ്ഥലത്ത് ജംഗ്ഷനിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നത്തോലി പോലിരിക്കുന്ന പിള്ളേർ, ഈ മീശ പോലും കുരുക്കാത്ത ചില നത്തോലി പിള്ളേർ, ഇവരിങ്ങോട്ട് വന്ന് നെഞ്ചൊക്കെ വിരിച്ച് എന്നാ ഇവിടെ പരിപാടി, അപ്പം നമ്മൾ പരസ്യവും ഇങ്ങനെ ഇതൊന്നും ഇവിടെ വേണ്ട എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയും. അപ്പം നമ്മൾ ശാന്തമായിട്ട് എന്നാൽ ശരി, വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങളങ്ങ് പോകുക എന്ന് പറഞ്ഞങ്ങോട്ട് തിരിയുമ്പോൾ ഈ ചെക്കൻ്റെ ഒരു സന്തോഷം കാണണേ. അവൻ്റെ മുഖത്ത് നോക്കിയാൽ അവന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവൻ്റെ ചിന്ത, ഇവൻ്റെ ഈ ഞെളിഞ്ഞ എല്ലും കൂടും പിടിച്ച മസിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു പോയിരുന്ന ഇവൻ്റെ ചിന്ത, ഇവനെ കാലെ വാരി ഭിത്തിയിലോട്ട് ഒറ്റ അടി അടിക്കാൻ ആർജവമില്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടോ നട്ടലില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മാറിപ്പോകുന്നത്. മറിച്ച് ഈ പുസ്തകം കയ്യിലിരിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കുന്നവൻ അക്രമം പ്രമാണമല്ല, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകുമെന്ന് പറയുന്ന പ്രമാണം അകത്തിരിക്കുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവൻ ഒരു സൈഡിൽ കൂടെ മാറിപ്പോകുന്നത്. അതുകൊണ്ട്
പെന്തക്കോസുകാര് ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയാന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ മനസ്സേ വെച്ചിരുന്നാൽ മതി. പ്രമാണമകത്തിരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ മാറിപ്പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വിളച്ചിലൊന്നും ആരും എടുക്കണ്ട. അത് ഞാൻ പറയും, നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ആമേൻ. വളരെ വ്യക്തമായി പറയും, ഒരു അക്രമം അവർ ഭാവിച്ചപ്പോൾ അവരവിടം വിട്ട് മറ്റ് ലുസ്ത്ര, ദെർബ എന്ന് പറയുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയി. എന്നിട്ടോ അവിടെ ചെന്ന് കപ്പലണ്ടിക്കച്ചവടം നടത്തി ജീവിച്ചെന്നാണോ? ആണോ? എന്താ വായിച്ചേ? അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. അതാണ് സുവിശേഷകന്മാരുടെ പരിപാടി. എവിടെ കൊണ്ടിട്ടാലും സുവിശേഷം പറയും. ഇനിയിപ്പോ പുതുപ്പള്ളി നോടാന്ന് പറഞ്ഞ് കോട്ടയത്തടിച്ചാൽ കോട്ടയത്ത് എന്ന് സുവിശേഷം പറയും. കോട്ടയത്ത് നോടാന്ന് പറഞ്ഞ് കുമരകത്തടിച്ചാൽ കുമരകത്ത് എന്ന് സുവിശേഷം പറയും. കുമരകത്ത് നോടാന്ന് പറഞ്ഞ് ഓടിച്ച് ചേർത്തലയ്ക്ക് വിട്ടാൽ അവിടെ ചെന്നും സുവിശേഷം പറയും. സുവിശേഷം അറിയിക്കുന്നവന് സ്ഥലവും പരിമിതിയും വിഷയമല്ല. അവൻ ലോകത്തിൽ എവിടെ ചെന്നാലും സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കും. ദൈവവേലക്കാർക്ക്, പരിശുദ്ധാത്മാവകത്തുള്ള ദൈവവേലക്കാർക്ക് അവർക്ക് സ്ഥലമോ സാഹചര്യങ്ങളോ വിഷയമല്ല. കർത്താവ് അവരെ എവിടെ അയച്ചാലും അവരവിടെ പോയി സുവിശേഷം പറയും. അത് പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണമാണ്. ഇനി അല്ലാത്തവരുണ്ട്, മാസശമ്പളക്കാരുണ്ട്. അവർ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു, മാസം ശമ്പളം മേടിക്കുന്നു. ആ കാലാവധി തീരുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു, മാസം ശമ്പളം മേടിക്കുന്നു. സുവിശേഷവുമായിട്ട് അവർക്ക് ഒരു ബന്ധവും ഇല്ല. പിന്നെ അടുത്ത ശമ്പളം മേടിക്കാൻ അടുത്ത ചർച്ചിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നോക്കും, 50 പേരെങ്കിലും കുറവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. കാരണം സുവിശേഷമല്ല അകത്തിരിക്കുന്നത്, മാസശമ്പളമാണ്. അവരൊന്നും ഈ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടരുത്. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവകത്തുള്ള ദൈവദാസന്മാരെ കുറിച്ചാണ്. അവരെ എവിടെ അയച്ചാലും, ഇനി 1 2 പേരെ ഉള്ളെങ്കിലും അവരെ തമ്പുരാൻ എവിടെ വിട്ടാലും അവരവിടെ പോയി സുവിശേഷം അറിയിക്കും. പരിശുദ്ധാത്മാവകത്തുള്ളവന് സുവിശേഷം ബന്ധനമില്ല. അവൻ എവിടെ ചെന്നാലും സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കും. അവരവിടെ ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. അവിടെ സംഭവിച്ച കാര്യമാണ് നമ്മുടെ കുറിവാക്യം. കാതലായ വിഷയത്തിലേക്ക് ഞാൻ ഓടി പ്രവേശിക്കുകയാണ്. വായിച്ചാട്ടെ. പുരുഷന്മാരെ, വായിച്ചു. അവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ, ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ സുവിശേഷം അറിയിച്ചപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് പൗലോസ് കണ്ടിട്ട്. ശ്രദ്ധിക്കണം, കേട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, വികലാംഗനായ വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിക്കുന്ന പ്രസംഗം വളരെ ആവലോടെ കേട്ടുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ കേട്ടുകൊണ്ടിരുന്നവനെ നോക്കിയ പൗലോസിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. സൗഖ്യമാകാൻ തക്കവണ്ണമുള്ള വിശ്വാസം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി പറയാം, പല ആളുകളും ചോദിച്ചു, കൊറോണ വന്നപ്പോൾ ഇവന്മാരൊക്കെ എവിടെയായിരുന്നു, സൗഖ്യമൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. കൊറോണ വന്നപ്പോൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ സൗഖ്യമാക്കുകയല്ല ദൈവത്തിൻ്റെ പണി. പകരം കേട്ടുകൊണ്ടിരിക്കുന്നവൻ്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചാൽ അവന് സൗഖ്യം നടക്കും. അങ്ങനെ 100 കണക്കിന് ആളുകൾ കോവിഡിൻ്റെ കാലത്ത് ആശുപത്രിയിൽ ബെഡില്ല, സ്ഥലമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചയച്ചിട്ട് ഒന്നും ചെയ്യാതെ 4 ചുമരിൻ്റെ അകത്ത് മുട്ടുമേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് ഇന്നും ജീവനോടെ നിൽക്കുന്ന 100 കണക്കിന് സാക്ഷ്യമുണ്ട്. അതൊന്നും അറിയാതെ വെറുതെ ഡിങ്കൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ ചോദിക്കുക, കോവിഡ് സമയത്ത് ദൈവം എവിടെയെന്ന്. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം നിന്റെ അകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് സൗഖ്യം പ്രാപിപ്പാനുള്ള അളവിലെ വിശ്വാസം അവനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പൗലോസ് ലീഗ അവനോട് എന്ത് പറഞ്ഞു? വായിച്ചേ. എഴുന്നേറ്റ് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോഴെന്ത് സംഭവിച്ചു? അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, യേശു ക്രിസ്തു സൗഖ്യമാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് സൗഖ്യം കർത്താവിനില്ല. മനസ്സിലായോ? ഇപ്പൊ ചിലർ പറഞ്ഞ് ശരിയായിട്ടുണ്ട്, ഗ്രാജുവലി അങ്ങ് ആയിക്കോളും, പൊക്കോളാനാ പറയും. വേദപുസ്തകത്തിൽ കർത്താവ് സൗഖ്യമാക്കിയ ഒറ്റ വ്യക്തി പോലും തിരിച്ചു വന്നിട്ട് ഇന്നലെ ചെയ്തത് ഒത്തില്ല, ഒന്നുകൂടെ ഒന്ന് ചെയ്തേ എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. അവിടെ അത്ഭുതകരമായ വിടുതൽ വെളിപ്പെടുക, അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് പരിപാടിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്തൊരു ചേച്ചി പറയാണ്, ഞാൻ ഇങ്ങനെ എൻ്റെ വയറ്റിൽ 16 മുഴയുണ്ടായിരുന്നു. ഞാനിങ്ങനെ എണ്ണി നോക്കുമായിരുന്നു, അപ്പോൾ 16 ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ കൊട്ടാരക്കരയിലെ ബ്രദറിൻ്റെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ 8 എണ്ണം അങ്ങ് പോയി മുഴ.
അപ്പം എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ ഞായറാഴ്ച അവിടെ ചെന്നപ്പം ബാക്കി 8 പോയി. അപ്പം ഇൻസ്റ്റാൾമെൻറ്റ് സൗഖ്യം. അപ്പം ഇതൊക്കെ ചുമ്മാ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസമാകാതെ കർത്താവ് സൗഖ്യമാക്കുന്നവനാ, കർത്താവ് വിടുവിക്കുന്നവനാ. അത് പക്ഷെ വില കുറച്ച് നടുവേദനയും പല്ലുവേദന, ഉളുക്ക്, വിരിപ്പ്, ധരിപ്പ്, കൊട്ടൻ ചുക്കാതി പരിപാടിയല്ല. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടക്കാതെ കാലിന് ബലമില്ലാതിരുന്ന പുരുഷനോട് നസറേനായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി എഴുന്നേറ്റ് നടക്കെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതാണ് ദൈവിക സൗഖ്യം. അത് ഇന്നും നടക്കും, ഏത് കാലത്തും നടക്കും. അത് പ്രാപിക്കേണ്ടവനകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആമേൻ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇനി കാതലായ ചിന്തയിലേക്ക് കയറുക. ഇവൻ കുതിച്ചെഴുന്നേറ്റ് സൗഖ്യം പ്രാപിച്ചു നടന്ന രംഗം അവിടെയുള്ള ചേട്ടന്മാര്, പുരുഷാരന്മാര്, അവിടെയുള്ള നാട്ടുകാരൊക്കെ കണ്ടപ്പോൾ അവര് ചെയ്തൊരു പണി കേൾക്കണോ? വായിച്ചേ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. അവര് ഉടനെ അങ്ങോട്ട് നിലവിളിച്ചിട്ട് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി പറഞ്ഞു, എടാ എല്ലാവരും വാടാ, തോമാച്ച, കറിയാച്ച, എടാ മമ്മദൂട്ടി, നാരായണ ഗോപാൽ, എല്ലാവരും വാടാ, ദേവന്മാര് മനുഷ്യന്മാരെ പോലെ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് നിലവിളിച്ചിട്ട് എന്ത് ചെയ്തെന്ന് കേട്ടോ? എന്ത് ചെയ്തു? ബർന്നബാസിന് ഇന്ദ്രൻ എന്നും, ബർന്നബാസിന് പേരിട്ടു ഇന്ദ്രൻ. പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ, പൗലോസ് പ്രധാന പ്രസംഗകനാകയാൽ അവന് ബുധനെന്നും പേരിട്ടു. കണ്ടോ, ഇവർക്ക് രണ്ടുപേർക്കും പുതിയൊരു പേര് വിട്ടുകൊടുത്തിട്ട് അവരെ ആൾദൈവങ്ങളാക്കാൻ ശ്രമിച്ചു. ഈ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം അത്. എന്തെങ്കിലും ഒരു അത്ഭുതമോ അടയാളോ എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ അവരെ പിടിച്ച് ആൾദൈവങ്ങളാക്കും. അവന് കേരളത്തിൽ ഇപ്പോൾ ആൾദൈവങ്ങൾക്ക് ഒരു കുറവും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ മാസം കണ്ടൊരു വാർത്ത കണ്ടു, ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഇങ്ങനെ ഒത്തിരി ആൾ ദൈവങ്ങള് കേരളത്തിലുണ്ടാകും. ഈ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട. ഇപ്പൊ പെന്തിക്കോസിനകത്ത് ഈ ആൾ ദൈവങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്കെല്ലാം ദൈവസന്നിധിയിൽ ഒറ്റ വിലയുള്ളൂ, അല്ലേ? ഷമീർ കൊല്ലം, പുള്ളി മുസ്ലിമിൽ നിന്ന് വന്നേ, അതുകൊണ്ട് 2 ഗ്രേഡ് കൂടുതൽ, അങ്ങനെ വല്ലതും ഉണ്ടോ? മറ്റേ പുള്ളി ഗോപാലകൃഷ്ണൻ, പുള്ളി ഹിന്ദു, അങ്ങനൊന്നും ഇല്ല. ഇതൊക്കെ ചുമ്മാ വെറും പൊട്ടത്തരാന്നേ. നമ്മൾ ഈ ആവശ്യമില്ലാതെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ വേല സത്യസന്ധമായി ചെയ്യുന്നോ ദൈവസനെ നിങ്ങൾക്കെല്ലാം ഒറ്റ വാല്യൂ ഉള്ളൂ. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ബഹുമാനം തരുന്നു, ഇരിക്കുമ്പോൾ ഞാനും ദൈവദാസന്മാർക്കും എല്ലാം ഒറ്റ വാല്യൂ ഉള്ളൂ. ഇവിടെ വഴി കൂടെ ട്രാക്ടറും കൊടുത്ത് നടക്കുന്ന അഭിഷിക്തന്മാർക്കും വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നവനും ദൈവസന്നിധിയിൽ ദൈവവേലക്കാരനാണ്, സുവിശേഷ വേലക്കാരൻ, ഒറ്റ വാല്യൂ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇടയിൽ അതൊക്കെ മാറി ഇപ്പോൾ ആൾ ദൈവങ്ങളായി. കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു സാധാരണ ദൈവദാസൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, സ്വോത്രം, ലോണ്ടല്ല, അവിടെ പോയിരിക്കുക, അങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാണ്. പിന്നെ നമ്മുടെ മോസ്റ്റ് റൈറ്റ് റവ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദൈവം വന്ന പോലാണ് എല്ലാവരും അങ്ങോട്ട് എഴുന്നേറ്റ്, ഭയങ്കര സംഭവം. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടികൾ? അതുകൊണ്ട് ആരെയും ആമേൻ ഒരു പരിധി വിട്ട് എന്ത് ചെയ്യണ്ട, ഉയർത്തേണ്ട. നമ്മുടെ നടുവിൽ ഉയർത്തപ്പെടേണ്ടത് കർത്താവാണ്. ദൈവവേല ചെയ്യുന്നവർക്ക് ദൈവസന്നിധി വിലയുണ്ട്. ഇവിടെ ചിലപ്പോൾ അവർ വലിയ ഫ്ലക്സിലും ബാനറിലും ചരിഞ്ഞും പിരിഞ്ഞും ഒന്നും നിൽക്കുന്നവരായിരിക്കത്തില്ല. പക്ഷേ അവർക്ക് കർത്താവിൻ്റെ സന്നിധി വിലയുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ട പിന്നെ ഞാലിയാവഴിക്കടുത്ത് 2-3 അപ്പച്ചന്മാർ, പ്രായമുള്ള പിതാക്കന്മാർ അവിടെ നിന്ന് പരസ്യവും നടത്തുന്നത്. പരസ്യവും കണ്ട പിന്നെ ഞാൻ നിർത്താതെ വരികയില്ല. അവരെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വേറെ ചെയ്യേണ്ട കാര്യം അത് വേറെ ചെയ്തു, അത് വേറെ കാര്യം. ഇതെല്ലാം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞത് ദൈവവേല ചെയ്യുന്ന അഭിഷിക്തന്മാർക്കെല്ലാം ദൈവസന്നിധി വിലയുണ്ട്. അല്ല നമ്മളിടുന്ന ഈ വിലയൊന്നുമല്ല, ഇവിടുത്തെ റവയും മൈദായും ആ പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ആമൻ ഈ ആൾ ദൈവങ്ങളാക്കാനുള്ള പരിപാടി തുടങ്ങി. ആമൻ നാട്ടുകാരൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു, ദേണ്ടാ ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു, വാടാന്നും പറഞ്ഞ് ആൾ ദൈവങ്ങളാക്കാനുള്ള പരിപാടി. അപ്പം ഞാൻ ഈ വേദഭാഗം ധ്യാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ചിന്ത ഈ മനുഷ്യനെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടി കരുനാപ്പള്ളിയിൽ അമ്മച്ചി തുടങ്ങിയതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ അമ്മച്ചിയൊന്നും തുടങ്ങിയതല്ല, ഇത് പണ്ട് കാലം തൊട്ടേ ഉണ്ട്. പണ്ട് കാലം തൊട്ടേ ഇങ്ങനെയാ, എന്തെങ്കിലും 2 അത്ഭുതം ചെയ്താൽ അവരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടി. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വായിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കേട്ടോണം. എന്താ ചെയ്ത? വായിച്ചേ. പട്ടണത്തിലെ ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിക്കാൻ ഭാവിച്ചു. ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ. അവിടുത്തെ പുരോഹിതന്മാർ എന്ത് ചെയ്തു? കാളകളെയും പൂമാലകളെ കൊണ്ടുവന്ന് ഇവരെ കഴുത്തേലോട്ടിട്ട് സ്വീകരിക്കുവാനായിട്ട് ഓടി വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ അവരെ തടുത്തു. അരുത്! പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ തടുത്തു. എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അരുത് എന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രസംഗകരായിരുന്നെങ്കിലോ
പൂമാലയും കൊണ്ട് സ്വീകരിക്കാമെന്നെങ്കിൽ ഒരു മിനിറ്റ് ഇടല്ലേ ഒരു മിനിറ്റ് ഇനി ഇട്ടോ. ഓക്കെ, ഇട്ടു. നേരെ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഞങ്ങൾ ഗുജറാത്തിൽ ചെന്നപ്പോൾ സ്വീകരിച്ച പൂമാല. പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ തടുത്തു. കേൾക്കുന്നുണ്ടോ? പുസ്തകത്തിലുള്ളതായതുകൊണ്ട് പിന്നെ എന്നെ ഒന്നും പറയത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞേ. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. അവർ തടുത്തു. അരുത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. നിങ്ങൾ ഞങ്ങളെയല്ല വണങ്ങേണ്ടത്, ഇവിടുത്തെ മനുഷ്യന്മാരെയല്ല വണങ്ങേണ്ടത്. മറിച്ച് ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി പുതുപ്പള്ളി ദേശമേ, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം. അപ്പൊ ചോദിക്കാം, എന്താണ് ഞങ്ങൾ വിടേണ്ടുന്ന വ്യർത്ഥ കാര്യങ്ങൾ? എന്താണ് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യർത്ഥ കാര്യങ്ങൾ? ചോദിക്കാം. പൗലോസേ, അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഈ മനുഷ്യന്മാർ വിട്ടുകളയേണ്ടുന്ന വ്യർത്ഥ കാര്യങ്ങൾ? ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ മനുഷ്യൻ വ്യർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വായിച്ചു കേൾക്കാം. റോമർ 1:21, 22, 23. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന പുരുഷന്മാരെ, പുതുപ്പള്ളി ദേശക്കാരെ, മനുഷ്യൻ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും, ജീവനുള്ളൊരു സൃഷ്ടാവുണ്ടെന്ന് അറിഞ്ഞിട്ടും, സകലത്തെയും ചമച്ചൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടാവിന് കൊടുക്കാതെ, സൃഷ്ടിക്ക് കൊടുത്തുകൊണ്ട് അവർ വ്യർത്ഥമായ ചിലത് ചെയ്യാൻ തുടങ്ങി. എന്താ ചെയ്തേ? വായിച്ചേ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. മനുഷ്യന്റെ പൊതു സ്വഭാവം പറയുക, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായിപ്പോയി. എന്താ അർത്ഥം? എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ പൊതു സ്വഭാവം, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയി പഠിച്ച ആളാ ഞാൻ. ഈ പുള്ളി ഇന്നലെ എങ്ങാണ്ട് യേശുവിനെ അറിഞ്ഞെന്നും പറഞ്ഞു വന്ന് തൊണ്ട കീറുന്നു. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഞങ്ങൾക്കറിയാവുന്ന ചിന്തയാ പലരെയും ഭരിക്കുന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്തിൻ്റെ തെക്കേയറ്റം പാലോട് ഞാൻ പ്രസംഗിക്കാൻ പോയി ചില വർഷങ്ങൾക്ക് മുമ്പ്. അവിടുത്തെ സംഘാടകൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഒരു ബന്ധു ഇവിടെ അടുത്തുണ്ട്, കത്തോലിക്ക ഭക്തനാണ്, ഒന്ന് സുവിശേഷം പറയാമോ? ഞാൻ പറഞ്ഞു, വരാം, സമയമുണ്ടല്ലോ. ഓക്കെ. അങ്ങനെ ആ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ചായൻ ഇങ്ങനെ കസേര ചാരി കിടപ്പുണ്ട്. ഇന്ന് നമ്മുടെ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ഉപദേശിയ പരിചയപ്പെട്ട സന്തോഷം. എന്താ മോൻ്റെ പേര്? ഷമീർ എന്നാണ്. എവിടെയാ സ്ഥലം? കൊല്ലമാണ്. എത്ര കാലമായി ഇങ്ങോട്ട് വിശ്വാസത്തിലൊക്കെ വന്നിട്ട്? ഞാൻ പറഞ്ഞു, 7-8 വർഷമായി അച്ഛാ അന്ന്. ആമേൻ. ഉടനെ പുള്ളി പറഞ്ഞു, നല്ല കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ, ഈ സുവിശേഷ യോഗത്തിലൊക്കെ വരാത്തത് എന്താ? ഈ സുവിശേഷം എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ? ഉടനെ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ, എനിക്ക് വയസ്സ് 54 എന്താണ് 54? ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ വന്ന മോൻ യേശുവിനെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നതെന്നാണ് അച്ചായൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് മനസ്സിലായി, അച്ചായൻ്റെ പാരമ്പര്യത്തിൻ്റെ വാല് ചുരുട്ടി ഫ്രണ്ടിൽ ഉയർത്തിപ്പിടിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഒന്ന് ആട്ടെ അച്ഛാ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിറങ്ങിക്കോട്ടെ. പ്രാർത്ഥിക്കുന്നതിന് എന്താ തടസ്സം? പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചുമ്മാ ചോദിച്ചു, കൗതുകം കൊണ്ട് ചോദിച്ചു, അച്ഛാ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നാന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ പേരെന്താ? അച്ഛാൻ ഒന്ന് കണ്ണു തള്ളി നോക്കുക. എന്നാ ചോദിച്ചേ? അല്ല, ഞാൻ പറഞ്ഞു, ഈ യേശുവിൻ്റെ പേരെന്താന്ന്. സൺഡേ ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ പറയാവുന്ന ഉത്തരവുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും കൗതുകം കൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ അച്ചായൻ എന്നോട് പറഞ്ഞ മറുപടി കേൾക്കണോ? അത് അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ തന്നെ ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, യേശുവിൻ്റെ പേര് യേശു, ഇപ്പോൾ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. പുള്ളി എന്നോട് ചോദിച്ചതാ, യേശുവിൻ്റെ പേര് യേശു, ഇപ്പോൾ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്.
വേറെ എന്തെങ്കിലും പേരിരിക്കണം യേശുവിന് എന്നാണ് എന്നോട് ചോദിച്ചത്. 54 വർഷത്തെ ക്രിസ്ത്യാനിയായ അച്ചായന് യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ പേര് യേശു. നോക്കൂ, ആമേ, പ്രവാചക ശബ്ദം വിളിച്ചു പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ് എന്നിങ്ങനെ പ്രവാചക ശബ്ദം മുടങ്ങുമ്പോൾ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിക്ക് കുറഞ്ഞ പക്ഷം യേശുവിൻ്റെ പേര് പോലും അറിയത്തില്ലെങ്കിലും എനിക്കെല്ലാം അറിയാമെന്ന ധാരണയാണ്. മനുഷ്യൻ്റെ പൊതുസ്വഭാവം പറയാൻ വേണ്ടി ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു നാട്ടുഭാഷയിലൊരു ഉദാഹരണം പറയാം. ഈ പുതുപ്പള്ളിയിൽ ഏതെങ്കിലും ഒരു അച്ചായൻ ഒരു ക്യാൻസർ വന്നെന്നിരിക്കട്ടെ, ഉദാഹരണം, ഒരു ക്യാൻസർ വന്നെന്നിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരാരെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞു, അച്ഛാ ചാക്കോച്ച ക്യാൻസർ ആണെന്നൊക്കെ കേട്ടല്ലോ, അറിഞ്ഞത് ഇച്ചിരി വൈകിപ്പോയി അമ്മാമേ, ഇപ്പം എന്നാ ഇനി പരിപാടി, ഇങ്ങനെ ഇരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മാമ്മ പറഞ്ഞു, ദേ നമ്മുടെ അപ്പുറത്തെ ചർച്ച് അറിയാമോ? ഏത്? അപ്പുറത്തെ പ്രാർത്ഥന നടത്തുന്ന ഇല്ല, വെന്തിക്കോസ് പള്ളി, വെന്തിക്കോസ് പള്ളി, അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക, വലിയ സൗഖ്യമൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഒന്ന് അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഉടനെ ഈ പുള്ളി പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? പിന്നെ നീ എന്താ ഈ പറയുന്നത്? വെന്തിക്കോസുകാരുടെ പള്ളി? ഞാൻ എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ? ഞങ്ങളുടെ പള്ളി ഏതാണെന്നറിയാമോ? കുടുംബകലറ എവിടാന്നറിയാമോ? പോട്ടെ, എത്ര അച്ഛന്മാർ കുടുംബത്തിൽ ഉണ്ടെന്നറിയാമോ? പെന്തിക്കോസുകാർ മൂടിട്ടിടിക്കുന്നിടത്ത് ഞാൻ പോകാനോ? അതിലും നല്ലത് ഞാൻ ക്യാൻസർ വന്ന് ചാകുന്നതാണ്. ചായൻ്റെ വാക്കാം. അവസാനം അമ്മച്ചി പറഞ്ഞു, ശരി എന്നാട്ടെ. അല്പം കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? വയനാട്ടിൽ കേളുവൈദ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കേളുവൈദ്യൻ. അദ്ദേഹം എല്ലാ രോഗങ്ങളും ഒക്കെ മാറ്റുന്ന ചികിത്സയാണെന്നൊക്കെ കേൾക്കണേ. ഒന്ന് പോയാലോ? വിടറാ വണ്ടി, വയനാട്ടിലേക്ക് വിട്ടു. കേളുവൈദ്യനെ കണ്ടു. കേളുവൈദ്യൻ നോക്കിയേച്ച് പറഞ്ഞു, ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, പരിധി വിട്ടുപോയി, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ കർണാടകയിൽ വിട്ടു, അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ക്യാൻസർ ഉണ്ട്. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കർണാടകക്കാർ നോക്കിയിട്ട് പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, ഒരു കാര്യം ചെയ്യും, ഡൽഹിക്ക് വിട്ടോ, കേന്ദ്രമന്ത്രിമാരെയൊക്കെ ചികിത്സിക്കുന്ന പ്രത്യേക ഒരു സംവിധാനം അവിടെ ഉണ്ട്. അടുത്ത ഫ്ലൈറ്റ് എടുക്കടാ. എടുത്തു. നേരെ ഡൽഹി ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, കൈവിട്ട കളിയാ, ഒരു കാര്യം ചെയ്യും, മലേഷ്യക്ക് വിട്, അവിടെ ഉണ്ട് സ്പെഷ്യലിസ്റ്റ്. അടുത്ത ഫ്ലൈറ്റ് എടുത്തു, വിട്ടു, നേരെ മലേഷ്യ ചെന്നപ്പോൾ ഡോക്ടർമാരാവുന്ന പണി 58 നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇനി ലോകത്ത് എവിടെ കൊണ്ടുപോയാലും ടൈം കഴിഞ്ഞു പോയി, ഒരു കാര്യം ചെയ്യും, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അച്ചായൻ വീണ്ടും പുതുപ്പള്ളിക്ക് തിരിച്ചു വന്നു. അപ്പോഴില്ല അമ്മച്ചി അവിടെ ചെന്നിട്ട് ചോദിച്ചു, അച്ചായോ ഇനി ആ ചർച്ചിൽ 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന, ഒന്നങ്ങോട്ട് പോന്നോ? അന്നേരം അച്ചായൻ പറഞ്ഞ മറുപടി എന്താ അറിയാമോ? എന്നാ പിന്നെ ഒന്ന് പോയി നോക്കാം. ഇതാണ് മനുഷ്യന്റെ പൊതു സ്വഭാവം, അല്ലേ? ആവുന്ന പണി എല്ലാം നോക്കും, ഒത്തില്ലെങ്കിൽ മാത്രമേ ദൈവത്തെ വിളിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ തമ്പുരാൻ പിറകെ നടന്ന് പറയുക, പുറകെ നടന്ന് സംസാരിക്കുക, ദൈവദാസന്മാരെ അയക്കുക. ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഇത് കേൾക്കത്തില്ല. കണ്ണും കരലും കിഡ്നിയും അടിച്ചു പോകുമ്പോഴാണ് ഉപദേശിമാരെ തപ്പി നടക്കുന്നത് പ്രാർത്ഥിക്കാൻ. ഇന്ന് രാത്രി പുതുപ്പള്ളിക്കാരോട് പറയാം, ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഇത് കേൾക്ക്, ജീവനുള്ള ദൈവത്തിന്റെ വചനം കേൾക്ക്. ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യ്, അല്ലാതെ മസിൽ പവർ കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. തിരിച്ചറിഞ്ഞോണം. ഇവിടെ പൗലോസ് പറയുകയാണ്, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോ, എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിൽ മനുഷ്യൻ ജീവിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്തെന്നറിയാമോ? അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങിയെന്നാണ്. എന്താണ് അവർ വ്യർത്ഥമായി ചെയ്തത്? അടുത്ത വാക്ക് വായിച്ചു കേട്ടോണം, വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അവിടെയാണ് ഇന്ന് രാത്രി മാനസാന്തരപ്പെടേണ്ടത്. അതാണ് ഇന്ന് രാത്രി വ്യർത്ഥമായി വിട്ടുകളയേണ്ട വ്യർത്ഥമായ വസ്തുത. എന്താ? ആമേൻ. അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം, സകലത്തെയും പടച്ചുണ്ടാക്കിയവന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടാവിന് കൊടുക്കാതെ സൃഷ്ടിയായ മനുഷ്യൻ, ആമേൻ, നാൽക്കാലി, പക്ഷി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. സത്യമല്ലേ? സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം ആർക്കൊക്കെ പങ്കുവച്ചു? മനുഷ്യനെ തന്നെ ദൈവങ്ങളാക്കുന്നു. മനുഷ്യന് തന്നെ മഹത്വം കൊടുക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? നാൽക്കാലി, പിന്നെന്താ പറഞ്ഞത്? പക്ഷി, പിന്നെന്താ പറഞ്ഞത്? ഇഴജാതി എന്നിവയ്ക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി. ഞാൻ ചില ജംഗ്ഷനിലൊക്കെ കണ്ടിട്ടുണ്ട്, പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ചാൽ മഹത്വം കൊടുക്കുന്നത്. കണ്ടിട്ടില്ലേ നിങ്ങൾ? നാൽക്കാലി
അതിൻ്റെ പുറത്ത് മനുഷ്യൻ, അതിൻ്റെ കീഴെ ഇഴജാതി. അപ്പൊ നിങ്ങൾ ചോദിക്കും പക്ഷിയോ എന്ന്. വീട്ടിൽ ചെന്ന ആ ഫോട്ടോയ്ക്കകത്ത് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കണം. ഇഴജാതിക്ക് 2 ചിറകും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. അക്ഷയനായ മഹാദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടിച്ച സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടാവിന് കൊടുക്കാതെ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടികൾക്ക് പങ്കിട്ടുകൊണ്ട് ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കൊണ്ട് സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോടാ വിളിച്ചു പറയുന്നത്, നീ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്. ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അല്ലേ? സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തു, മനുഷ്യന് കൊടുത്തു. മനുഷ്യൻ മനുഷ്യനെ തന്നെ വണങ്ങുന്നു, മനുഷ്യൻ മനുഷ്യനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നാൽക്കാലിയെ ഇഴജാതിയും ചിലർക്കെന്താ ദൈവം അല്ലേ? പക്ഷെ ദൈവം ഭക്തനെ കാണാൻ വീട്ടിൽ വന്നാലോ വാവാ സുരേഷിന് അല്ലേ? അങ്ങനല്ലേ? ഭക്തനെ കാണാൻ സ്നേഹം കൊണ്ടുവന്നേന്ന്. 4 വർഷമായിട്ട് എൻ്റെ അടുത്ത് മുടങ്ങാതെ വരുന്ന രമണി 5-ാം വർഷം കണ്ടില്ല. എൻ്റെ കൊച്ചിന് എന്ത് പറ്റി? ദൈവം സ്നേഹവാനല്ലേ? അതുകൊണ്ട് സ്നേഹത്തോട് അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ രമണിയുടെ ചിന്ത എന്താ? ഏഴയായ അടിയനെ കാണാൻ, അടിയൻ്റെ വീട്ടിൽ വരാൻ അടിയൻ എന്തുള്ളൂ? അങ്ങനാണോ? വാവാ മനസ്സിലാകുന്നുണ്ട്? എടോ, ഇതൊന്നും തിരിച്ചറിയാൻ ഡിഗ്രി ഒന്നും വേണ്ടടോ. തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടായാൽ മതിയോടോ. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ എന്തിനാ ഡിഗ്രി? സകലത്തെയും പടച്ചുണ്ടാക്കിയ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട്, ദൈവമുണ്ട്. ദൈവമില്ലെന്നാ ചിലർ പറയുന്നത്. നോക്കെ, ദൈവം ഇല്ലെന്ന് പറയുന്നത് ചുമ്മാ കണ്ണാടിയുടെ മുമ്പിൽ 5 മിനിറ്റ് നിന്നാൽ അറിയാം ദൈവം ഉണ്ടോ എന്നല്ലേ? ദാവീദ് പറഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിലുണ്ട് ദൈവം. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്ക്. തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കറുത്ത സാധനം പേരെന്താ? മുടി. താടിയായി വരുന്ന കറുത്ത സാധനം എന്താ? മുടി. മീശയായി വരുന്നത് എന്താ? മുടി. പുരികമായി വരുന്നത് എന്താ? മുടി. കണ്ണിന്റെ പീലിയായി വരുന്നത് എന്താ? മുടി. ഇതെല്ലാം മുടിയാ. എന്നാൽ തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ വെച്ച നിയമം നോക്കെ. തലമുടിയോടും താടിയോടും ഒക്കെ വളർന്നിറങ്ങിക്കോളാൻ പറഞ്ഞു. കൺപീലിയോട് പറഞ്ഞു പരിധി വിട്ട് വളരരുത്. തലമുടി വളർന്ന പോലെ ജനിച്ച കാലം തൊട്ട് കൺപീലിയും വളർന്നെങ്കിലോ ഇന്ന് യോഗത്തിന് വന്നിരിക്കുന്ന അവസ്ഥ ചുരുട്ടിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് ആരാടി അവിടെ പ്രസംഗിക്കും? ഗതികേടൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഡിങ്കനല്ല ദൈവം, സർവശക്തനായ ദൈവമുണ്ട്. മനസ്സിലായോ? വേണ്ട. ഇവിടെ ഇപ്പോൾ 6 വരിപ്പാത NH 6 വരിപ്പാത ഹൈവേ ആക്കാൻ പോവുക. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര റോഡൊക്കെ 6 വരിപ്പാതയാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം അതിലൂടെ പല മീറ്റിങ്ങുകൾക്ക് കടന്നു പോയപ്പോൾ വിശാലമായ 6 വരിപ്പാത ഹൈവേ, എന്നിട്ട് പോലും എത്ര വണ്ടിയാണെന്നറിയാമോ അവിടെ ഇവിടങ്ങളിൽ മുട്ടി ഇടിച്ച് അവിടെ സൈഡിൽ കിടക്കുന്നത്? എന്നാൽ നിങ്ങൾ തല ഉയർത്തി ആകാശമണ്ഡലത്തിലേക്ക് നോക്ക്. സൗരയൂഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഒറ്റ ഗ്രഹത്തിൽ ഡ്രൈവർ ഉണ്ടോ? ഡെയിലി 2 വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനുണ്ട്. അതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്ന മൂഢത്തരം വിട്ടേച്ച്, ഡിങ്കൻ ദൈവമാണെന്ന് പറയുന്ന മണ്ടത്തരം വിട്ടേച്ച് ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതുകൊണ്ടാ പണ്ട് ആശാരി ഉപദേശിയുടെ കാലത്തൊക്കെ പാടിയത്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏകസത്യ ദൈവമേയുള്ളൂ പുതുപ്പള്ളിക്കാരെ, ഏകസത്യ ദൈവമേയുള്ളൂ. മനസ്സിലായോ? പണ്ടൊക്കെ ഇതൊക്കെ പാടിയാലായിരുന്നു ആത്മാവിലാകുന്നത്. ഇപ്പൊ ഇതൊക്കെ പാടുമ്പോൾ പേടിച്ചിരിക്കും, ആരെങ്കിലും വന്ന് വല്ലതും ചെയ്താലോ. എന്തിനാടോ? സ്തോത്രം. പുള്ളിക്കാരി ഇതൊക്കെ പാടും കേട്ടോ. പുള്ളി ഇച്ചിരി തൻ്റെ ഉള്ളതായിട്ടോ നടുക്കിരിക്കുന്നതായിട്ട്. ആമേൻ. ശ്രദ്ധിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയൊരു ദൈവമുണ്ട്,
സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം. ആമേൻ. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത് മനസ്സിലാകാത്തത്? എന്തുകൊണ്ടാണിത് ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കയ്യിലിരിക്കുന്ന വീട്ടിനകത്തിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് ആളുകളുടെ തലയിൽ ഇത് കയറാത്തത്? പൗലോസേ, എന്തുകൊണ്ടാണ് ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തത്? മറുപടി പൗലോസ് പറയുന്നു. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ആളുകൾക്ക് എന്തുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല? ഇത് രാത്രി യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം പോകാൻ. എന്തുകൊണ്ട് ഇത് ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല? മറുപടി പറയുന്നു. 2 കൊരിന്ത്യർ 4-3-4 വാക്യങ്ങൾ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. ഇത് ആർക്കാണ് മറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ. എന്താണ് സുവിശേഷം? നമ്മൾ വായിച്ചു ആദ്യത്തെ വാക്യത്തിൽ. എന്താണ് സുവിശേഷം? എന്താ സുവിശേഷം? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം, അതാണ് സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞാൽ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാകുന്നു സുവിശേഷം. അപ്പൊ ജീവനുള്ള സമം ദൈവം സമം യേശുക്രിസ്തു, യേശുക്രിസ്തു സമം സുവിശേഷം. ആ സുവിശേഷം, ആ ദൈവം ഒരുത്തന് മറഞ്ഞിരിക്കുന്നെങ്കിൽ ആർക്ക് മറഞ്ഞിരിക്കുന്നു? നശിച്ചു പോകുന്നവർക്ക്, അഥവാ നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്നവർക്കാണ് ഇത് അകത്തോട്ട് കയറാത്തത്. മനസ്സിലാകുന്നുണ്ടോ? ജീവനുള്ള ദൈവം സമം യേശുക്രിസ്തു സമം സുവിശേഷം, അതൊരുത്തന് മറഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? അതിന്റെ കാരണമെന്ത്? തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. വായിക്കാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്തുകൊണ്ട്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുറ്റ ഈ സുവിശേഷം, ഈ ജീവനുള്ള ദൈവത്തിന്റെ സന്ദേശം ഒരുത്തന്റെ തലയ്ക്കകത്ത് കയറാതിരിക്കാൻ കാരണം, അവൻ ഈ ലോകത്തിന്റെ ദൈവം അവന്റെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുന്നു. അതാണ് കാരണമെന്ന് വേദപുസ്തകം പറയുന്നു. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ ജീവനുള്ള ദൈവത്തിന്റെ സുവിശേഷം കടന്നു ചെല്ലാൻ തടസ്സമായിരിക്കുന്നത് അവന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം അഥവാ പാപം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. പുതുപ്പള്ളിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, സുഹൃത്തെ, സ്നേഹിത, മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന അദൃശ്യമായ ഇരുട്ട്, ആ ഇരുട്ടാണ് ഈ പ്രകാശം അകത്തോട്ട് ചെല്ലാൻ തടസ്സമായിരിക്കുന്നതെന്ന് വേദപുസ്തകം പറയുന്നു. ആ ഇരുട്ടിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം. അതുകൊണ്ട് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപത്താൽ സർവ്വമനുഷ്യനും പാപിയാണ്. പുറത്തുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ചിരിയാണ്. ഈ ഉപദേശിമാരുടെ ഈ മൈക്ക് കൊടുത്ത ഇതാ വിഷയം. യുവന്മാർ എന്തെല്ലാം പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് അവസാനം എവിടെ വരും? മനുഷ്യൻ പാപിയാ 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 പാപിയാ. ചുമ്മാതാന്ന്. മനുഷ്യൻ പാപിയൊന്നും അല്ല. അങ്ങനെ പറയുന്നവരാരെങ്കിലും ഇന്ന് രാത്രി പുതുപ്പള്ളിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ, മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്നവരാരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം പുതുപ്പള്ളിയിൽ പാപിയുണ്ടോ ഇല്ലയോ എന്ന്. ദൂരെ എങ്ങും പോകണ്ട, തപ്പിപ്പോകണ്ട. കടയ്ക്ക് പൂട്ടിട്ടോ, പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, 2 കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാൽ വീട്ടിൽ പോകുന്നു. എന്നിട്ടും ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചു പോലും. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. വേണ്ട, നമ്മുടെ നാട്ടിലെ സഹോദരിമാര് രാത്രി കിടന്നുറങ്ങുമ്പോൾ കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടേച്ച് ഇപ്പൊ അതിന്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ ഉറങ്ങുന്നത്. ആരെ പേടിച്ചാ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, മനുഷ്യന്മാരെ പേടിച്ച്, ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ച്. രാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ ഭയമാണ്. സിംഹം വരുമെന്നോ പുലി പിടിക്കുമെന്നോ പേടിച്ചല്ല, ഇരുകാലി മനുഷ്യന്മാരെ ഭയന്നിട്ട്. കാരണം വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു മനുഷ്യൻ പാപിയാണ്. ഇത് കേൾക്കുമ്പോൾ വേറെ ചില ആളുകൾ പറയും, ശരിയാ, അങ്ങേര് പറഞ്ഞ ശരിയാ, മനുഷ്യന്റെ അകത്ത് പാപമുണ്ട്, പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. അതെന്താ? ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപിയല്ല എന്ന് പറയുന്ന ചിന്തയുണ്ട്. ആമേൻ. ഇവിടെ അടുത്ത് ഒരു ചേട്ടൻ ഒരു മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഈ പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് വിഷമില്ലെന്നർത്ഥമുണ്ടോ?
ഇന്ന് വരെ കടിച്ചിട്ടില്ല, അത് ശരിയാണ് എന്ന് കരുതി വായി കൈകൊണ്ട് വെച്ചാലോ കടി കിട്ടും, കടിച്ചാൽ ചത്തുപോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അവൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, അത് സത്യമാണ്. അതുകൊണ്ട് പാപിയല്ലെന്ന് അർത്ഥമില്ല. അകത്ത് പാപം കിടപ്പുണ്ട്, ഒരു ദിവസം അത് പുറത്തു വരും. അതിന്റെ തെളിവാണ് ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഇന്ന് ഇരുമ്പഴിക്കകത്ത് കിടക്കാൻ കാരണം അവർ ഇന്നലെ വരെ മാന്യന്മാരായിരുന്നു. എന്നാൽ ഒരു ദിവസം അകത്തിരുന്ന പാപത്തിന്റെ വിഷം പുറത്തു വന്നു. പണ്ട് കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ അയലത്തെ വീട്ടിക്കൊണ്ടേപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞു, എടി കൊച്ചുപിടിയിരിക്കട്ടെ, ഞാൻ മാർക്കറ്റ് വരെ പോയിട്ട് ദാ വരുന്നെന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജനിപ്പിച്ച സ്വന്തം അപ്പന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ നിർത്തിവെച്ച് മാർക്കറ്റ് വരെ പോയിട്ട് വരാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് മറന്നു പോകരുത്. കണ്ടുപിടുത്തങ്ങളും ഇന്റർനെറ്റും ശാസ്ത്രവും സയൻസും ടെക്നോളജിയും ഒക്കെ അതിന്റെ ഉച്ചകോടിയിലേക്ക് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും ശാസ്ത്രങ്ങളും പോലീസും ഗവൺമെന്റും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു കാലത്ത് നമുക്ക് ദോഷമായിരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് ഫാഷനല്ലേ. പണ്ട് കാലത്ത് സ്കൂള് കട്ട് ചെയ്ത് ആരും കാണാതെ ഒരു സിനിമ കാണാൻ സ്കൂള് കട്ട് ചെയ്ത് പോകുന്ന ഒരു കാലം പണ്ട് നമുക്കുണ്ടായിരുന്നെങ്കിൽ അന്ന് ആരെങ്കിലുമൊക്കെ കണ്ടാലോ, അയലത്തുകാരൻ കണ്ട് വീട്ടിൽ പറഞ്ഞാലോ, മാമൻ കണ്ടാലോ മാമി കണ്ടാലോ എന്നൊക്കെ പേടിച്ചു പോയ ഒരു കാലമുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറ അങ്ങനെയല്ലേ. ഇന്ന് സ്കൂൾ യൂണിഫോമും സ്കൂൾ ബാഗും തോളിലിട്ടുകൊണ്ട് തിയേറ്ററിന്റെ മുമ്പിൽ ചെന്ന് അവർ മൊബൈലെടുത്ത് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുകൊണ്ട് പറയും, ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിയേറ്ററിന്റെ മുമ്പിലാണ് ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി വീഡിയോ ചെയ്യാൻ മടിയില്ലാത്തൊരു തലമുറയുടെ നടുവിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു കാലത്ത് ദോഷമായി കണ്ട കാര്യങ്ങൾ പുതിയ തലമുറ ഫാഷനായി മാറിയിരിക്കുകയാ. ബാക്കി എല്ലാ കണ്ടുപിടുത്തങ്ങളും മേപ്പോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ധാർമ്മികത കീപ്പോട്ട് നോക്കൂ. ഒരു കോഴിയമ്മ പോലും പരന്ത് റാഞ്ചാൻ വരുന്ന കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സൂക്ഷിച്ച് ചേർത്ത് മറച്ചു പിടിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കാമുകനോടൊപ്പം ജീവിക്കുവാൻ സ്വന്തം വയറ്റിൽ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ പാറയിലേക്ക് എടുത്തെറിഞ്ഞു കൊല്ലാൻ മടിയില്ലാത്ത അമ്മയും സാക്ഷര കേരളത്തിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവനെ നോക്കി കഷ്ടം എന്നല്ലാതെ എന്താ പറയാനുള്ളത്? അതുകൊണ്ട് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, സകല മനുഷ്യനും പാപത്തിന്റെ പിടിയിലകപ്പെട്ടു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ച മനുഷ്യൻ പാപിയാണ്. എവിടെയാണ് മനുഷ്യനിൽ പാപം പ്രവേശിച്ചത്? വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ചരാചരങ്ങളുടെ ജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി അങ്ങനെ അടുക്കടുക്കായി സൃഷ്ടിച്ച അനന്തരം 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തോടൊപ്പം വസിക്കുവാൻ, ദൈവത്തോട് ഒന്നിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ കഴിയുന്ന നിലയിൽ അതിന് പ്രാഗൽഭ്യമുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷകൻ 3-ാം അധ്യായം 38-ാം വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ആദാം ദൈവത്തിന്റെ മകൻ, പുത്രത്വം എന്ന പദവിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ സൃഷ്ടാവിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട്, സൃഷ്ടാവിന്റെ വാക്കുകളെ അനുസരിക്കാതെ പിശാചിന്റെ വാക്കിനെ അനുസരിച്ചത് കൊണ്ട് നിയമലംഘനം, കൽപ്പനാലംഘനം നടന്നു. മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ പുത്രത്വം നഷ്ടപ്പെട്ടു, ദൈവത്തോടൊന്നിച്ചുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇന്ന് രാത്രി ലളിതമായി പറഞ്ഞാൽ അന്ന് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിൽ കൂടി തിരിച്ചു തരുന്ന സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. അന്ന് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം ഇന്ന് നിനക്ക് തിരിച്ചു പിടിക്കാൻ വകയുണ്ട്. വേദപുസ്തകം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. അതുകൊണ്ട് തിരിച്ചറിയണം, ആമേൻ, മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. ഈ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുപ്പാൻ ദൈവമൊരുക്കിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായി സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പാപത്തിന്റെ ശമ്പളം മരണം. മരണമെന്ന് പറയുന്ന ഭീകരമായ ശിക്ഷാവിധി യേശുക്രിസ്തു സ്വന്തം ചുമലിൽ ഏറ്റെടുത്തു. ആമേ, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് യേശു നടന്നു കയറി. ശ്രദ്ധിച്ചേ, പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആമേൻ, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു വായ തുറക്കാതിരുന്നു എന്ന്. ശ്രദ്ധിക്കണം, ആരാ വാ തുറക്കാതിരിക്കുന്നത്? കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാക, ലാസറേ പുറത്തുവാ എന്ന ഒറ്റ വാചകം കൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്ന അധികാരമുള്ള നാവുള്ളവൻ, പ്രകൃതിയെ ഒറ്റ വാക്കിൻ മുമ്പിൽ അനുസരിപ്പിച്ചവൻ, അവൻ വായ തുറന്നാൽ റോമ ഗവൺമെന്റിന്റെ ഭരണകൂടത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളയാൻ കഴിയുന്ന അധികാരം നാവിൻ മുമ്പിൽ ഉണ്ടായിട്ടും അവൻ വായ തുറക്കാതിരുന്നത്, സ്നേഹിത, അത് എനിക്കും നിനക്കും വേണ്ടിയാണ്. എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ
പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു വായ തുറക്കാതിരുന്നു. നോക്കൂ, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി യേശു കർത്താവ് സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് കാൽവരിയിൽ തന്റെ പ്രാണനെ അകൃത്യയാഗമാക്കി മാറ്റി. ആമേൻ. പ്രവാചകൻ വിളിച്ചു പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. യേശുവേറ്റ അടിപ്പിണരാൽ നമുക്ക് പാപരോഗത്തിൽ നിന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശു സർവ്വ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ചു. തീർന്നില്ല. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി പുതുപ്പള്ളിയോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് യേശു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ അബ്ദുൽ സലാം വരത്തില്ല. പുതുപ്പള്ളിയിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ അജീബ് പുത്തൂർ എന്ന് പറയുന്ന ഗായകൻ വരത്തില്ല. പുതുപ്പള്ളിയിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ ഒരു കൺവെൻഷൻ ഒരുങ്ങത്തില്ല. പുതുപ്പള്ളിയിൽ പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കൽ നിന്നുകൊണ്ടല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്ത് ഒതുങ്ങി കിടക്കുമ്പോൾ, സകല മനുഷ്യരും മരണത്താൽ അവസാനിച്ചപ്പോൾ, സകല മനുഷ്യന്റെയും കല്ലറയിൽ അവർ ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ, അതാ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് തുറക്കപ്പെട്ടൊരു കല്ലറ പാലസ്തീന്റെ പച്ചമണ്ണിൽ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ആ യേശു ഇന്നും ഈ 8:55 ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ പന്തലിലുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ കരം ഉയർത്തി കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നിങ്ങളെല്ലാം വിശ്വസിക്കുന്നു യേശു ഇപ്പോഴും ഇന്നും ഇപ്പോഴും ജീവിക്കുന്നു എന്നല്ലേ? സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പലരുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും ജീവിക്കുന്നല്ലേ? സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണം, അദ്ദേഹം പത്രം വായിച്ച സിറ്റൗട്ടിൽ ജീവനോടിരിക്കുക. എങ്ങനെ ഇരിക്കുക? ജീവനോടിരിക്കുക. ഉടനെ അദ്ദേഹത്തിൻ്റെ മകൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് അവിടെ മതലയിൽ ആണിയടിച്ചൊക്കെ വെച്ചു. എന്നിട്ടൊരു മാലയെടുത്ത് അതിനകത്തോട്ടിട്ടു. എന്നിട്ട് 5-6 പൂക്കളും പറിച്ചിട്ടു. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു തിരിയും കത്തിച്ചു വെച്ചു. എന്നിട്ട് നേരെ ആ ഫോട്ടോയുടെ മുമ്പിൽ വന്ന് നോക്കി. അപ്പൻ അവിടെ പത്രം വായിച്ച് ജീവനോടിരിക്കുമ്പോൾ മോൻ അവിടെ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട പപ്പായി, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചറിൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊണ്ട് കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. അങ്ങനെ പറഞ്ഞാൽ സന്തോഷമാണോ? അപ്പൻ ജീവനോടെ പത്രം വായിച്ച് കസേരയിലിരിക്കുമ്പോൾ ആമേൻ മോൻ അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് നോക്കി പറയുകയാണ്, എനിക്ക് 100 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജഡപ്രകാരമുള്ള അപ്പൻ, ഈ ലോകത്തിലെ ജനിപ്പിച്ച ജഡപ്രകാരമുള്ള അപ്പൻ, ആ അപ്പൻ്റെ ചങ്ക് പിടഞ്ഞിട്ട് അവനോട് ചോദിക്കുക, എന്നാടാ നീ കാണിക്കുന്നത്? ജീവനോടെ വെടികൊണ്ട് പോലെ ഇവിടെ ഇരിക്കുന്ന എന്നെ ഭിത്തിയെ കയറ്റി വെച്ച് മാലയിട്ട് തിരിയും കത്തിച്ചിട്ട് 100 രൂപ തരാനോ? ഓടടാന്ന് പറഞ്ഞ് വടിയെടുത്തവനെ അടിക്കും. ഈ ലോകത്തിലെ അപ്പൻ്റെ ചങ്ക് പിടഞ്ഞെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് 1 വർഷം കൂടി ജീവനോടെ നിൽക്കട്ടെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് നല്ല വക്കീലായി മധ്യസ്ഥനായി പിതാവിന്റെ വലത്തുഭാഗത്ത് അറുക്കപ്പെട്ടിട്ട് നിൽക്കുന്നത് പോലെ ഒരു കുഞ്ഞാടിനെ കണ്ടെന്ന് യോഹന്നാൻ സ്നാപകൻ എഴുതിയിരിക്കുന്ന പോലെ കല്ലേറുകൊണ്ട് മരിക്കാൻ തുനിഞ്ഞ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും വലത്തുഭാഗത്ത് ജീവനോടെ നിൽക്കുന്ന ക്രിസ്തുവിനെയും കണ്ടെങ്കിൽ അവൻ ഇന്നും ജീവിക്കുന്ന യേശുവിനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് അയ്യോ കഷ്ടം. വേദപുസ്തകം ചോദിക്കുന്നു, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു 40ഓളം പ്രാവശ്യം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് ഒരു അന്ത്യകൽപ്പന കൊടുത്തു. എന്താ കൽപ്പന? യേശു ശിഷ്യന്മാരോട് കൽപ്പന കൈമാറി, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ. ആരാ ദൈവമക്കളെ കൽപ്പിച്ചേ? ഈ സുവിശേഷം ഭൂലോകമൊക്കെയും പ്രസംഗിക്കണമെന്ന് ആരാ കൽപ്പിച്ചെന്ന് ഉറക്കെ പറ. കേട്ടില്ല, ഉറക്കെ പറ. അയന പറയത്ര മടി, ഉറക്കെ പറ. യേശു ക്രിസ്തുവാണ് കൽപ്പിച്ചത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണം.
ഇപ്പൊ ഇവിടെ ഏതെങ്കിലും അണ്ണന്മാരും മസിൽ വരിപ്പിച്ച് കാണിച്ചാൽ നിർത്താൻ പറ്റുന്ന പരിപാടിയല്ല ഇത്. കാരണം ഇത് അണ്ണന്മാരേൽപ്പിച്ചതല്ല, സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചതാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കിക്കോളും. പിന്നെ അണ്ണന്മാർക്ക് വേണമെങ്കിൽ ഉപദേശിമാരത്തല്ല, ഉപദേശിമാർ ആശുപത്രിയിലാകും. അതുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നൊന്നും ആരും സ്വപ്നം കാണണ്ട. ഈ സുവിശേഷം അറിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അറിവില്ലാത്തവർക്ക് ഇത് ഇച്ചിരി ദേഷ്യമായിട്ടൊക്കെ തോന്നും. അത് ഞങ്ങൾക്ക് പരാതിയും ഇല്ല. കാരണം ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള സന്ധ്യാസഭയങ്ങളിൽ കൂട്ടുകാരുമായി ജംഗ്ഷനിൽ ഒന്നിച്ചൊക്കെ കൂടുന്ന ചില രാത്രികൾ, ചില സന്ധ്യകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വല്ലപ്പോഴും പിരിവിട്ടൊക്കെ കുപ്പിയെടുത്ത് വെള്ളമടിച്ചു, ആളില്ലാതെ പണി നടക്കുന്ന വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ച് വെച്ചിരുന്ന ഗാനമേള, അന്ന് പാട്ടിൻ്റെ ഭ്രാന്തുണ്ടായിരുന്നു. അന്ന് ഗാനമേള നടത്തി വട്ടം കൂടി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പി അടിയുണ്ടാക്കി നടന്നൊരു ഭൂതകാലമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ കോളാമ്പിയും പിടിച്ച് തൊണ്ട കീറി മീശം പഠിച്ച് കവലെ നിന്ന് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് മാറിക്കോളും. എനിക്ക് മാറിയല്ലോ, പിന്നെ എന്നാ നിങ്ങൾക്ക് മാറി? അതൊക്കെ അങ്ങ് മാറും. അങ്ങനെ ചിന്തിച്ച് നടന്നൊരു ഭൂതകാലമുണ്ട്. അങ്ങനെ ജീവിച്ച കാലഘട്ടത്തിന്റെ നടുവിൽ നിന്ന് ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിലെ സന്ദേശം പൊട്ടന്മാരെ പോലെ ഇവർ തൊണ്ടകീറി വിളിച്ചു പറയുന്ന ഈ സന്ദേശം എന്താണെന്ന് ഒന്ന് കേൾക്കാൻ അല്പം ചെവി കൊടുത്തപ്പോൾ, അല്പം മനസ്സ് കാണിച്ചപ്പോൾ, കഴിഞ്ഞ 20 വർഷമായി മാതാപിതാക്കൾക്കും കുടുംബത്തിനും കൊള്ളാവുന്ന ഒരുത്തനായി ജനിച്ചു വളർന്ന അതേ പട്ടണത്തിലാണ് ഷമീർ അബ്ദുൽ സലാം സുവിശേഷകനായിട്ട് ഇന്നും ജീവിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് പുതുപ്പള്ളിയോട് ആവർത്തിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷുതിയിൽ ഇല്ലവേ ഇല്ല. ആമേൻ. മനസ്സിലായോ? ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ആളുകൾ ആദ്യകാലങ്ങളിലെ പ്രസംഗം കഴിഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ഫോൺ വിളിക്കും, നിന്നെ അടിക്കും ഇടിക്കും, നിന്റെ പെട്ടി റെഡിയായിട്ടുണ്ട് പോടാന്ന് പറഞ്ഞു. ഈ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ തീർന്ന് ഓടെ കിടക്കേണ്ടവനെ സ്വർഗം വിളിച്ച് 20 വർഷം മാന്യതയോടെ ഈ ലോകത്തിൽ നിർത്തിയെങ്കിൽ ത്യാഗം മെനക്കെട്ട് നടക്കുന്ന എന്നോടാ നീ കൊല്ലു പോടാ. ആമേൻ. ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ ഉരുണ്ട് വീണ് മരിച്ചാൽ എവിടെ ചെല്ലുമെന്നും നല്ല ബോധ്യം ഉണ്ടായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആരും ഓലപ്പാമ്പൊന്നും കാണിക്കണ്ട. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് ഇവിടെ ഈ വേദിയിൽ അവസാനിച്ചാൽ അവൻ നേരെ ചെന്ന് തീച്ചൂളക്കകത്തല്ല വീഴുന്നത്. എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കാമെന്ന് നല്ല ഉറപ്പും ധൈര്യവും ഉണ്ടായിട്ടാണ് ഷമീർ അബ്ദുൽ സലാം പരസ്യമായി യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങിയത്. ആമേൻ. അതുകൊണ്ട് ആമേൻ, ഇത്തരം നമ്പറുകളൊന്നും വേണ്ട. പിന്നെ ആമേൻ, നിനക്കൊരു കാര്യം, ഒരു ദൂത് വേണം, സൗജന്യമായി തരാം. നീ ഇന്നും കൊന്ന് തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചത്ത് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യേശു ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോൾ ലോകം അവനെ നോക്കി വിളിച്ചു പറഞ്ഞു, അവൻ തോറ്റുപോയി. അനേകരെ സൗഖ്യമാക്കി, ഒത്തിരി പേരെ വിടുവിച്ചു. പക്ഷെ തന്നെത്താൻ രക്ഷിക്കാൻ പറ്റാതെ യേശു തോറ്റുപോയെന്ന് ലോകം പറഞ്ഞു. എത്ര ദിവസം പറഞ്ഞു? 3 ദിവസം പറഞ്ഞു. 3-ാം ദിവസം അവൻ പറഞ്ഞവനെയും ജയിച്ച്, ലോകത്തെയും ജയിച്ച്, മരണത്തെയും ജയിച്ച്, പിശാചിനെ ജയിച്ച് ഞാൻ പ്രസംഗിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റു. മനസ്സിലായോ? 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, യേശു കർത്താവിന്റെ അന്ത്യകൽപ്പന, പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. ആ അന്ത്യകൽപ്പനയാണ് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഈ സുവിശേഷം ആർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. നിങ്ങൾ പറ, ഈ സുവിശേഷം നാടിന് എന്തെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടോ? പറ. നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ മോൻ
നിങ്ങളുടെ സുവിശേഷം കേട്ട അന്ന് മുതൽ എൻ്റെ കെട്ടിയോ കുടിയനായെന്ന് പറയാനുണ്ടെങ്കിൽ ഇന്ന് മേലിൽ സുവിശേഷ യോഗം നടത്തത്തില്ല. എന്തിന്? ഇവിടെ സുവിശേഷം യോഗം നടക്കുക. അതുകൊണ്ട് ബസ്സും കാറും ലോറിയും അതിലെ പോട്ടെന്നും പറഞ്ഞ് ഏമാന്മാർ മീശൻ ചുരുട്ടിക്കൊണ്ട് വഴിതിരിച്ചു വിടേണ്ട ഗതികേടും സുവിശേഷം ഈ പട്ടണത്തിൽ വരുത്തിയിട്ടില്ല. ഉണ്ടോ? മറിച്ച് കള്ളിനും കഞ്ചാവിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് നാടിനും വീടിനുമൊക്കെ തലവേദനയായി ജീവിച്ച ഞങ്ങളെപ്പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്നവരാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ്, സമൂഹത്തിന് കൊള്ളാവുന്നവരാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അല്ല, സുവിശേഷം നാടിന് ഒരു ദോഷവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു. അപ്പൊ യേശു അന്ത്യകൽപ്പന കൈമാറി. അനന്തരം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. ഉടനെ ശിഷ്യഗണം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആകാശത്തു നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു. എന്നിട്ട് നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തോട് പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചു കേൾക്കാം. ദൂതസംഘം ഇറങ്ങി വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ. 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന്. യേശു വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു യേശു വീണ്ടും മടങ്ങി വരും? ഇന്ന് രാത്രി പുതുപ്പള്ളിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇതൊരു തമാശയായി നിങ്ങൾ കാണരുത്, ഇതൊരു കുഞ്ഞുകളിയായി കാണരുത്. ഇതിന്റെ അകത്തിരിക്കുന്ന ചെറുപ്പക്കാരായ ആരോഗ്യമുള്ളവരോട് നിങ്ങൾ ചോദിക്ക, കൊട്ടിപ്പാടി കലപിലവിലാന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന, റോഡെന്നില്ല, വീടെന്നില്ല, ചന്തയെന്നില്ല, മാർക്കറ്റെന്നില്ല, മൈതാനമെന്നില്ല, എവിടെ നിന്നാലും കൈയടിച്ചു കൊട്ടിപ്പാടി കൂകി വിളിച്ച് അല്ലേലൂയ പറയുന്ന ആർക്കും ഇഷ്ടമില്ലാത്ത ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾ എന്തിനു പോയി എന്ന് ഇതിനകത്തിരിക്കുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരോട് നിങ്ങൾ ചോദിക്കുക. അവർ വിളിച്ചു പറയും ഒരു സത്യം, യേശു വരാറായി, യേശു വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. കാലങ്ങളായി ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം, യേശു കർത്താവിന്റെ 2-ാം വരവ് ഇത് ആഗതമായിരിക്കുകയാണ്. ഇത് തമാശയല്ല. അവൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു. വായിച്ചേ, ശിക്ഷകണം അത് കേട്ടിട്ട് എന്ത് ചെയ്തു? വായിച്ചാട്ടെ. അവർ യെരുശലേമിന് സമീപത്ത്, യേശുവിന്റെ ശിഷ്യന്മാർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശിഷ്യന്മാർ ഇത് കേട്ടുകൊണ്ട് ഒലിവുമലയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച യേശുക്രിസ്തുവിനെ കണ്ട് ദൂതന്മാരുടെ മറുപടിയും കേട്ട് ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് തിരിച്ചു വന്നെന്നാണ് വായിച്ചത്. തിരിച്ചു വന്നിട്ട് അവരെന്ത് ചെയ്തു? വായിച്ചേ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിലേക്ക് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പുതുപ്പള്ളിക്കാർ ശ്രദ്ധിച്ചു കേട്ടോ. യെരുശലേമിലെത്തി മാളിക മുറിയിലേക്ക് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ കൊച്ചു നിർത്തി വായിച്ചേ. പത്രോസ്. ആരാണ് പത്രോസ്? 1-ാമത്തെ മാർപ്പാപ്പ, 1-ാമത്തെ പോപ്പെന്ന് നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികൾ പറയുന്ന പോപ്പെന്ന് പറയുന്ന പത്രോസ് ശ്ലീഹ, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ശ്ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദാസ് ശ്ലീഹ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും, ഒന്നൂടെ യേശുവിന്റെ അമ്മയായ മറിയയോടും. ആരോടാ മോനെ? യേശുവിന്റെ അമ്മയായ മറിയയോടും. അതെന്തിനാ നിങ്ങൾ മറിയയുടെ പേര് വായിച്ച്? നിങ്ങൾ അമ്മയില്ലാത്തവരല്ലേ? പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരല്ലേ? എന്തിനാ നിങ്ങൾ മറിയയുടെ പേര് വായിച്ച്? പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരാണോ അല്ലയോ എന്ന് ഇപ്പൊ തെളിയിക്കാൻ പോവാ. കേട്ടോ, കാത് തുറന്ന് കേട്ടോ. ആമേ. മുകളിലേക്ക് കയറിപ്പോയവരുടെ കൂട്ടത്തിൽ പത്രോസ് ശ്ലീഹ, യൂദാസ് ശ്ലീഹ, തോമാസ് ശ്ലീഹ, മറ്റു ശിഷ്യഗണം, പോരാത്തതിന് യേശുവിന്റെ അമ്മയായ മറിയയും പിന്നെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ അവിടെ മാളിക മുറുകി കയറിപ്പോയി ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നുകൂടെ വായിച്ചേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ എന്നാണോ? പറ. പെന്തക്കോസ്തുകാർ അവരുടെ ഇടയിലോട്ട് കയറി ചെന്നാണോ? അല്ല, പെന്തക്കോസ്തുകാർ എന്നല്ല, പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ
പെന്തക്കോസ്ത് കാർ, അങ്ങനെ ഒരു കാർ ഇല്ലടോ. പെന്തക്കോസ്ത് നാൾ, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, 50-ാം പെരുന്നാൾ വന്നപ്പോൾ, പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ, മനസ്സിലായോ? പെന്തക്കോസ് കാർ, ബെന്തിക്കോസ്, പുന്തുക്കോസ്, പന്തക്കോസ്, അങ്ങനെ ഒരു കോസുമില്ല. പെന്തക്കോസ് ഒരു ദിവസത്തെ അനുഭവമാണ്. 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആരാ എല്ലാവരും? ലിസ്റ്റ് ഓർമ്മയുണ്ടല്ലോ. പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ, യേശുവിന്റെ അമ്മയായി മാറിയ മറ്റു ശിക്ഷകണം സഹോദരങ്ങൾ, അവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. പ്രാർത്ഥിക്കുന്നവർ കൂടിയിരിക്കുമ്പോൾ അങ്ങനെ മുഴക്കം ഉണ്ടാവും. ഇന്നെങ്ങാണ് ആയിരുന്നെങ്കിൽ നാട്ടുകാർ പറഞ്ഞാൽ എന്തൊരു മുഴക്കമായത്, മൈക്ക് ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അല്ലേ? നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴാണ് ഇവിടെ മൈക്ക് ഓർഡർ, മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ മാസം കോന്നിയിൽ ഒരു പരസ്യോഗൻ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. കവലയിൽ ഒരു കവല ചെന്ന് ഒരു ചേട്ടൻ്റെ കടയുടെ മുമ്പിലോട്ട് ഇതുപോലുള്ള 2 കൊച്ചുപെട്ടി, ഈ കൊച്ചുപെട്ടി അങ്ങോട്ട് അവിടെ എടുത്തു വെച്ച് അങ്ങോട്ട് പാട്ടിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ കടയിലിരിക്കുന്ന ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങും. ഇവിടെ മനുഷ്യന് കച്ചവടം ചെയ്യണ്ടേ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യന് കച്ചവടം ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഭയങ്കര വെപ്രാളം. ഞങ്ങൾ പറയും ചേട്ടാ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ, ഒന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ശരി എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാമെന്നും പറഞ്ഞ് ഒരു 100 മീറ്റർ മാറി അപ്പുറത്ത് വേറൊരു ചേട്ടൻ്റെ കട എടുത്ത് തന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചു, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിർത്തി സംസാരിച്ചു. കേട്ടണേ, ഞങ്ങളിതെല്ലാം യോഗമെല്ലാം കഴിഞ്ഞ് ഈ 2 വെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് അങ്ങോട്ട് വെച്ച് പോകാൻ നേരമുണ്ട്. ഒരു ലോറിക്കകത്തൊരു വണ്ടി നിറയെ പയ്യന്മാർ കൊടിയൊക്കെ പിടിച്ച് വരുക. ഏത്? നമ്മുടെ DYFIയുടെ പയ്യന്മാർ കൊടി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് കോന്നിയിൽ അവരുടെ പാർട്ടിയുടെ ഒരു യോഗം. നേരെ ഇല്ല ചേട്ടൻ്റെ കടയുടെ മുമ്പിൽ പോയി വലിയ 4 പെട്ടി എടുത്തങ്ങ് വെച്ചു. എന്നിട്ട് അവരങ്ങോട്ട് സിന്ദാബാന്ന് വിളിച്ചപ്പോൾ ഇല്ല ചേട്ടനകത്ത് ഇങ്ങനെ ഇരിക്കുക. ഈ 2 കൊച്ചു വെട്ടി ശബ്ദം ശല്യാന്ന് പറഞ്ഞ ചേട്ടൻ 4 വെട്ടി കേട്ടിട്ട് അനങ്ങാതിരിക്കുക. വല്ലതും പറഞ്ഞാൽ പയ്യന്മാർ കയറി മേയും, മനസ്സിലായോ? അപ്പൊ നമുക്കൊക്കെ ഉള്ള ഈ ശബ്ദം, എന്നാ ശബ്ദമാ, കൊച്ചുങ്ങൾക്ക് പഠിക്കണം, SSLC ശല്യം. ഇവിടെയൊക്കെ മുക്കിന് 25,000 50,000 വാട്സ് കെട്ടിവെച്ച് രാവും പകലും കെട്ടുന്നു. ഇവിടെ ഒന്നും ആർക്കും ഈ നല്ല കാര്യം വിളിച്ച് പറയുമ്പോഴാണ് പലർക്കും ഈ പിരിയം കുത്തിളകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ഇവിടെ വലിയൊരു മുഴക്കമുണ്ടായി. എന്താ മുഴക്കത്തിന്റെ കാരണം? വായിച്ചേ. വലിയൊരു മുഴക്കമുണ്ടായി. ആമേൻ. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. പെട്ടെന്ന് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്തത് കേട്ടെ, പുതുപ്പള്ളി കേട്ടെ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചോദ്യം നിങ്ങളോട്, ഈ അന്യഭാഷ പറഞ്ഞു കൊട്ടുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? പറ. പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ 1-ാം തരം പെന്തിക്കോസുകാരിയാണ് മറിയ. അന്യഭാഷ പറഞ്ഞു കേട്ടോ. 1-ാം തരം പെന്തക്കോസുകാരനാണ് പത്രോസ്. 1-ാം തരം പെന്തക്കോസുകാരനാണ് യൂദാസ് ലീഗ, തോമാസ് ലീഗ. ഇവരൊക്കെ കൊട്ടിയേച്ചാ ഞങ്ങൾ കൊട്ടാനും അന്യഭാഷ പറയാനും തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ അമ്മയില്ലാത്തവരാന്ന് ആരെങ്കിലും പറഞ്ഞാൽ തൻ്റെ അടുത്തോടെ പറയണം, നിങ്ങളുടെ പള്ളി വോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത്. ആമേൻ. എന്താ ഈ പുസ്തകത്തിലുള്ളതല്ലേ? ഞാൻ വല്ലതും വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതാണോ? പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇനി 2 ഭാഗം കൂടെ പറഞ്ഞു നിർത്തും, ശ്രദ്ധിച്ചു കേട്ടോണം. അങ്ങനെ എല്ലാവരും ആത്മാവിന്റെ നിറവിലിരിക്കുമ്പോൾ ഒരാൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? പത്രോസ് ലീഗ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവവചനം ശക്തിയോടെ സംസാരിച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം വായിച്ചോ. ഇത് കേട്ടിട്ട് പത്രോസ് ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പറ, നിങ്ങൾ പറ. എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, പുസ്തകത്തിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ പ്രസംഗിച്ചാൽ ഇക്കിളിയല്ല കൊള്ളുന്നത്, ചങ്കത്ത് കത്തികേറും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സത്യമജ്ഞ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തേക്ക് തുളച്ചു കയറി ചങ്കത്ത് കുത്തുകൊണ്ടു. അപ്പൊ കുത്തുകൊള്ളുമ്പോ പ്രസംഗം കേൾക്കുമ്പോൾ ഓർത്തോണം, അങ്ങേര് പരിശുദ്ധാത്മാവിലാ പ്രസംഗിക്കുന്നതെന്ന്. പക്ഷെ നമുക്കതൊന്നും ഇപ്പോൾ വേണ്ട, അതൊക്കെ പണ്ട്.
ഇപ്പോഴത്തെ കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങൾ വണ്ടിയിലോട്ട് കയറി ഇരുന്ന് ഫോൺ എടുത്ത് വിളിച്ചായിരുന്നോടി, ഞാൻ യോഗത്തിലായിരുന്നോണ്ടാ എടുക്കാൻ. എവിടെ കൺവെൻഷൻ ആയിരുന്നു? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഒന്നും പറയണ്ടടി, ചിരി 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 ചിരിച്ച്. ഇതാണിപ്പം ഇതാ പരിപാടി, ചിരി ചിരി. അപ്പം ചിരിക്കാനാ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പ്രസംഗകർ ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിപ്പിക്കാൻ തുടങ്ങി. നടക്കട്ടെ. എന്നാൽ അതല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ അരുളപ്പാടുകളെ വിളിച്ചറിയിച്ചപ്പോൾ അത് കേട്ടവിടെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ട് ചങ്കത്ത് തുളഞ്ഞു കയറി. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പ്രസംഗിച്ചവന്റെ കൊങ്ങായ്ക്ക് പിടിച്ചെന്നല്ല, പിന്നെന്താ? കുത്തുകൊണ്ടവരെന്ത് ചെയ്തു? വായിച്ചേ. ആമേൻ. അവർ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് കുത്തുന്നെങ്കിൽ ഇന്ന് രാത്രി നീ തീരുമാനമെടുക്കും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ വാക്കും പ്രസ്താവിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ എന്റെ ചങ്കത്ത് കുത്തുകൊണ്ട് പറ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ജനം പത്രോസ് ശ്ലീഹായുടെ അടുക്കൽ വന്നു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. ആരാ പറഞ്ഞേ? അത് വായിക്കുമോനെ. പത്രോസ് അവരോട് പെന്തിക്കോസുകാരായ ഞങ്ങളാരും പറഞ്ഞ കാര്യമല്ല ഈ പറയുന്നത്. ഒന്നാമത്തെ മാർപ്പാപ്പയെന്നും പോപ്പെന്നും ഒക്കെ ചില ആളുകൾ വിശ്വസിക്കുന്ന, നല്ലതായിരിക്കട്ടെ, അങ്ങനെ വിശ്വസിക്കുന്ന പത്രോസ് ശ്ലീഹായുടെ വാക്കുകളാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഇന്ന് രാത്രി പുതുപ്പള്ളിക്കാർ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വഴിയുണ്ടോ? ഉണ്ട്. എന്ത്? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതി. ഞങ്ങളാരും എഴുതി വെച്ചതല്ല, പത്രോസ് ശ്ലീഹായുടെ പ്രസ്താവന. പള്ളിക്കാർ സുനകദോസ് കൂടി അംഗീകരിച്ച് എഴുതി തന്ന പുസ്തകത്തിലെ പ്രസ്താവന. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനപ്പെടാൻ. മനസ്സിലായോ? ജീവിച്ചിരിക്കുമ്പോ പാപമോചനം ഉണ്ടോ? ഉണ്ട്. എങ്ങനെ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതി എന്ന് പത്രോസ് പറഞ്ഞു. വെണ്ടയ്ക്ക പോലെ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടും ജീവിച്ചിരിക്കുന്ന കാലം മുതൽ ചാകാൻ കട്ടിലേക്ക് കിടക്കുന്ന കാലം വരെ പാപിയായ ഞാൻ ചാകാൻ കട്ടിലേക്ക് കിടന്നപ്പോഴും പാപി, ചത്തപ്പോഴും പാപി. പാപികൾ സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന് ബൈബിളും. പിന്നെ നീ എവിടെ പോകുമെന്നോ? കണ്ണു തുറക്ക്. പത്രോസ് ശ്ലീഹ വിളിച്ചു പറയുന്നു, ചത്തട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ പാപമോചനം സാധ്യമാണോ? എങ്ങനെ? നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്ക്. ഞങ്ങളാരും സ്വന്തമായി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഉപദേശമല്ലിത്. 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ ഏറ്റുപറയുന്നേ ഉള്ളൂ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ നിനക്ക് പാപമോചനം ലഭിക്കും. ആമേൻ. അപ്പൊ ചില ആളുകൾ, പക്ഷേ അതിന് ഞങ്ങൾ സ്നാനപ്പെട്ടതാണല്ലോ എന്ന് കുഞ്ഞാവയായിരിക്കുമ്പോ പണ്ടേ. അപ്പൊ മാനസാന്തരമോ? അത് വളരുമ്പം മതിയല്ലോ. നമ്മളെല്ലാം ഇന്ന് കുളിച്ചായിരുന്നല്ലേ? കുളിച്ചിട്ട് തല തോർത്തിയില്ലേ? എത്ര വർഷമായി തുടങ്ങിയിട്ട്? നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്താം, പിന്നെ കുളിക്കാം. എന്തേ? കുഴപ്പമൊന്നുമില്ല, അത് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കുളിച്ചു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം? തുവർത്തണം. നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു കാര്യം തല തിരിച്ച് ചെയ്താൽ പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറ്റം വരാത്ത ദൈവവചനം ആരും തലതിരിച്ച് പഠിപ്പിക്കേണ്ട. ആമേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് വചനം. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് ദൈവത്തിന്റെ വചനം. അതാരും തലതിരിക്കണ്ട. ഈ പുസ്തകത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റിയും മറിച്ചും പഠിപ്പിക്കുന്നവന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ബാധകളും വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. ആരും ഇത് മാറ്റി പഠിപ്പിക്കണ്ട. ഇതിന്റെ വള്ളി പുള്ളി മാറ്റാൻ ആർക്കും അനുവാദമില്ല. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. അപ്പൊ വേറൊരാള്, പാസ്റ്ററെ അതിപ്പം മാനസാന്തരം കൊച്ചിന് പറ്റിയില്ലെങ്കിലും പകരത്തിന് ഒരാളെ പുറകെ നിർത്തിയിട്ടുണ്ട് മാനസാന്തരം ഏറ്റു പറയാൻ വേണ്ടി. നിങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടോ? കല്യാണത്തിന് ഉണ്ട്. പള്ളിയിലെ അച്ഛൻ പെണ്ണിനെയും ചെറുക്കനെ നിർത്തിയിട്ടൊരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പ്രിയ സൂസമ്മയെ, നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെ ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ അച്ഛൻ, പള്ളിയിലെ അച്ഛനല്ല, പെണ്ണിന്റെ അച്ഛൻ പുറകിൽ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്, കെട്ടിക്കോ പറയുന്നേ.
ഇല്ല. ആമേ. അച്ഛൻ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ചോദിക്കുക, സൂസമ്മേ നിന്റെ വലത്തു ഭാഗത്ത് നോക്കുന്ന ജേക്കബിന്റെ ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിന്റെ അമ്മ അവിടെ നിന്നുണ്ട്. ആ സമ്മതം വാച്ചു, അവളാ കെട്ടണമെന്ന് പറഞ്ഞ് നടന്ന് അങ്ങോട്ട് കെട്ടിക്കുവോ? ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റതള്ള പറഞ്ഞ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞ പോരെങ്കിൽ, സ്വർഗീയ മണവാട്ടിയാകാൻ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്ത 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 മണവാട്ടി സഭ തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് വചനം. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വേളി കഴിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് വചനം. ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല. നീ ഏറ്റു പറയണം, യേശുവേ അങ്ങ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എനിക്കായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്നെ ചേർപ്പാൻ അങ്ങ് വീണ്ടും വരുമെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു. അങ്ങയുടെ വരവിൽ മണവാട്ടിയായി എടുക്കപ്പെടുവാൻ, അങ്ങയുടെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ, അങ്ങയുടെ മകനായി മകളായി എന്നെയും മാറ്റണമേ എന്ന് ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ റോമാലേഖനം 10-9 വാക്യം പറയുന്നു, നീ രക്ഷ പ്രാപിക്കും. അതാണ് മാനസാന്തരം. അത് നീ തന്നെ പറയണം. അപ്പൊ വേറൊരാൾ വന്നിട്ട് പറയുന്നു, പാസ്റ്ററെ അങ്ങനാണെങ്കിൽ ഒരു സംശയം, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. പറുദീസയിലിരുത്താന്ന് കർത്താവ് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ സ്നാനം വേണ്ടല്ലോ. എന്ന് ശ്രദ്ധിച്ചേ. ഒരിക്കൽ എന്നോട് ചോദിച്ചവരുത്, പാസ്റ്ററെ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, കള്ളനാണെന്ന് അറിഞ്ഞില്ല ചേട്ടൻ, സ്നാനപ്പെടണ്ട. കള്ളനും കളിയൊന്നും. കുഞ്ഞെ, ആദ്യം പുസ്തകം പഠിക്കേ. ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ, അതിലൊരുത്തൻ നീതീകരിക്കപ്പെട്ടു, ശരി. പക്ഷെ അയാൾ മരിച്ചത് ന്യായപ്രമാണ യുഗത്തിലാണോ കൃപായുഗത്തിലാണോ? പറ. അതിപ്പോ ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാ? മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന്റെ കീഴിലും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ വീണ്ടും വരെയുള്ള നാം കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇതിലേതിലാ കള്ളം മരിച്ച? പറ. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണോ? ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചവരോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ. ആ മാനസാന്തരം അങ്ങേർക്ക് ക്രൂശി വെച്ചുണ്ടായി, പറുദീസയിലിരുത്താൻ യേശു പറഞ്ഞു. എന്നാൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മോട് പത്രോസ്ലീഹ വിളിച്ചു പറയുന്ന സ്വർഗീയ ദൂതെന്താ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. അപ്പോഴാ നീ കൃപായുഗത്തിലെ കള്ളനെ പിടിച്ചുകൊണ്ട് നരകത്തിൽ പോകാനിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിലെ കള്ളനെ പിടിച്ച് കൃപായുഗത്തിൽ നീ നരകത്തിൽ പോകാനിരിക്കുക. ഇനി അവൻ സ്നാനപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ ആത്മീയപരമായി ഒന്ന് തെളിയിക്കാം. എന്തിനാണ് സ്നാനം? റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു കൊടുഞ്ഞ്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഈ സ്നാനം എന്ന് പറയുന്ന പരിപാടി എന്തിനാണ്? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പം സ്നാനം ആരോട് ചേരാൻ? നീ പെന്തിക്കോസി ചേർന്നോടി. പെന്തിക്കോസി ചേരാനല്ല സ്നാനം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ എന്തിനാണ് സ്നാനം? യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ. ശ്രദ്ധിച്ചേ, മരണത്തിൽ പങ്കാളിയാകുവാൻ. അങ്ങനെയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ തൊട്ടടുത്ത പങ്കാളിയാകാനുള്ള ഭാഗ്യവും ആ കള്ളനല്ലേ ലഭിച്ചത്? അക്ഷരീക മാനസാന്തരവും ആത്മീക സ്നാനവും അവനിൽ സംഭവിച്ചു. അതുകൊണ്ട് അവൻ പറുദീസയിലുണ്ട്. നിനക്കോ? ഞാനും അക്ഷരീകമായി പങ്കാളിയാകാം. യേശു ഒന്നുകൂടെ വന്ന് മരിക്ക്, ഞാൻ വലത്ത് കയറി ക്രൂശിക്കാന്ന് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്, നീ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. മനസ്സിലായോ? ഇതൊക്കെ എത്ര കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്തവരുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ. തിരിച്ചു വരാം. അപ്പോസ്തല പ്രവൃത്തി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ. ആമേൻ. അവിടെ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വായിച്ചേ 38.
2:38 വായിച്ചോ. പ്രവൃത്തി 2:38 വായിച്ചോ. ആ, പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അടുത്തത് വാഗ്ദത്തം. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തം നിങ്ങൾക്കും അവിടെ കൂടി വന്നവർക്ക്, നിങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കൾക്ക്, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും എന്ന് പറഞ്ഞാൽ ദൂരെ കിടന്ന ജനമല്ലാതിരുന്ന ഷമീറിനും സിയാനും നാരായണനും ഗോപാലിനും മുഹമ്മദ് കുട്ടിക്കും ഒക്കെ ഈ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന്. ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്തത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്തത് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? 3000-ഓളം പേർ. ഒറ്റ പ്രസംഗം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ചങ്കത്ത് കത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അന്ന് 3000 പേര് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ രംഗത്ത് വന്നു. മനസ്സിലായോ? എതിനായി പൊത്തിപ്പിടിക്കുന്നേ? പറയേണ്ട സുവിശേഷം പറയേണ്ട പോലെ പറഞ്ഞാൽ ജനം മാനസാന്തരപ്പെടും. അയ്യോ, അങ്ങനൊക്കെ പറഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച തൊട്ട് അവർ വരത്തില്ല. നമ്മുടെ ചിന്തയാ. കാരണം നമുക്ക് ഇവർ വരണം, വന്നാലേ സഞ്ചി തൂക്കം കിട്ടത്തുള്ളൂ. ഏത് സ്വത്രകാഴ്ചയുടെ സഞ്ചി? നമുക്ക് സഞ്ചിയുടെ തൂക്കമല്ല വിഷയം. അവൻ ഇന്ന് വരുന്നവൻ നാളെ ഭൂമിയിൽ ഉണ്ടാകില്ലെങ്കിൽ അവൻ വന്ന ആദ്യത്തെ ദിവസം അവൻ സത്യം അറിഞ്ഞിട്ട് വേണം പോകാൻ. അല്ല വരട്ടെ 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 എന്ന് പറഞ്ഞിരുന്ന അവൻ ചത്തുപോയാൽ അവൻ്റെ രക്തത്തിന് നീ ദൈവസന്നിധി കണക്ക് കൊടുക്കണം. അതുകൊണ്ട് സഞ്ചിയുടെ തൂക്കം നോക്കണ്ട, ദൈവം നടത്തിക്കോളും. ദൈവം നടത്തുവന്നേ. സഞ്ചിയുടെ തൂക്കം നോക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രസംഗിക്കേണ്ടത്. ആണോ? പറ, നിങ്ങൾ പറ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളെ അവൻ ഇപ്പം തൊടാൻ പോവുക തൊടാൻ പോവുക തൊടാൻ പോവുക തൊട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സ്പ്രിങ്ങലാവുന്ന എനിക്കറിയത്തില്ലേ? എനിക്കറിയാം. അങ്ങനെ സന്തോഷിപ്പിക്കാനല്ല. ആമേൻ. നിത്യജീവൻ പ്രാപിക്കണം. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. നിത്യ നരകത്തിൻ്റെ തീച്ചുളയ്ക്കകത്ത് പോയി വീഴാതിരിപ്പാൻ. ആമേ. രാവിലെ ചായ ഉണ്ടാക്കുന്ന ചായപാത്രത്തിൽ ചെറുവിരലിൽ ഒന്ന് പൊള്ളിയാൽ അയ്യോ മമ്മിയെ പേസ്റ്റ് എന്ത് ചെയ്യുന്നു ചോദിച്ച് ഓടി നടക്കുന്ന നീ, കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന പൊയ്യക്കകത്ത് ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു കാലത്തോളം തീച്ചൂളക്കകത്ത് കിടന്ന് വേവാതിരിക്കാൻ ഇന്ന് രാത്രി ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്. ആകയാൽ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരും. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത വാക്ക് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അടുത്തത് കൂട്ടായ്മ ആചരിച്ചും. അടുത്തത് അപ്പം നുറുക്കിയും. അടുത്തത് പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം വായിച്ച് പുസ്തകം അടയ്ക്കാം. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്തത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പുസ്തകമടയ്ക്കാം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് കുഞ്ഞെ സഭ. സഭ. സഭയെന്ന് പറഞ്ഞാൽ ആകാശമുട്ട ഗോപുരം കെട്ടിവെച്ചിരിക്കുന്ന വലിയ കെട്ടിടത്തിന്റെ പേരല്ല സഭ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ടവരുടെ കൂട്ടം, ആത്മനിറ പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിക്കുന്ന കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ചന്തമൈതാനത്ത് കൂടിയാലും 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഇറങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞ് മഹാദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടം, അതാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് സഭ. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയപ്പെട്ട സഭയെ ചേർക്കുവാനാണ് യേശു വീണ്ടും വെളിപ്പെടാൻ പോകുന്നത്. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്ട കൂട്ടത്തിലുണ്ടോ? സ്നാനപ്പെട്ട കൂട്ടത്തിലുണ്ടോ? ആത്മനിറ പ്രാപിച്ച കൂട്ടത്തിലുണ്ടോ? ഉപദേശമുള്ള കൂട്ടത്തിലാണോ? അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടത്തിലാണോ? കാഹളനാദത്തിങ്കൽ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ നീയുമുണ്ടാകും. അങ്ങനെ ഒരു ഭാഗ്യ പദവിയിലേക്ക് ഇന്ന് രാത്രി പുതുപ്പള്ളിയിൽ വരാത്തവരായി വന്നിട്ടില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞെ, നീ ഒരു നിമിഷം മനസാക്ഷി ചിന്തിക്ക്. പാരമ്പര്യം പറയുന്ന എത്ര ക്രിസ്ത്യാനികളെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതാണ് ഈ ദൈവം. എത്ര പേരെ സുവിശേഷത്തിന്റെ പ്രതികളുമായി നിന്റെ മുമ്പിൽ അയച്ചതാണ് ഈ ദൈവം. ഒടുവിലിതാ ഈ അന്ത്യകാലത്ത് മുസ്ലിം സമുദായത്തിൽ നിന്നൊരുത്തനെ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ
നിർത്തി ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ നിന്നോട് സംസാരിച്ചിട്ടും ഇനിയും ഞാൻ അറിഞ്ഞില്ല, എനിക്കിത് അറിയത്തില്ലായിരുന്നെന്ന് നാളെ ദൈവസന്നിധിയിൽ പറയാൻ തുനിഞ്ഞാൽ, ഇന്ന് പുതുപ്പള്ളിയിൽ നടന്ന ഈ പ്രസംഗം നിന്റെ മുമ്പിൽ ഒരു വീഡിയോ പോലെ പ്രദർശിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ തീച്ചുളയിലേക്ക് ദൈവം നിന്നെ തള്ളിക്കളയാതിരിക്കേണ്ടതിന് ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ഇന്ന് രാത്രി വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവീ.